Hello dear students, so welcome to yet another session of JEE Express. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡീൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓസിലേഷൻസിൽ നിങ്ങൾക്ക് ജെയ്ക്ക് വേണ്ട ചില റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ഒന്ന് പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ചോദ്യം നിങ്ങൾ നോക്കുക. ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് റെപ്രസെൻറ്റിംഗ് ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് റെപ്രസെൻറ്റ്സ് SHM, വിച്ച് റെപ്രസെൻറ്റ്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് SHMനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദം റെപ്രസെൻറ്റ്സ് SHM എന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആവാനായിട്ടുള്ള കണ്ടീഷൻ എന്താണ്, അല്ലേ? ഓസിലേഷൻസിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റിയാണ്. അപ്പോൾ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആൻഡ് ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആയിരിക്കണം, അല്ലേ? ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ആൻഡ് ഓപ്പോസിറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. അപ്പം കെ എന്ന് പറയുന്ന അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാം, ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് എ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയും, അല്ലേ? സോ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ്, ഇപ്പോൾ സ്പ്രിംഗ് ആണ് സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമ്മൾ പറയും. അപ്പോൾ ഇതാണ് അതിലെ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. അതിപ്പോൾ ലീനിയർ SHMൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ലീനിയർ ഓസിലേഷൻസ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള ഓസിലേഷൻസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഫോഴ്സിൻ്റെ ടേംസിൽ, കാരണം ട്രാൻസ്ലേറ്ററി മോഷനാണ് അവിടെ വരുന്നത്. ഇനിയിപ്പോൾ ആംഗുലാർ ഓസിലേഷൻ ആണ്, ഇപ്പോൾ സിമ്പിൾ പെൻഡുലം, കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആംഗുലാർ മോഷനാണ് വരിക, അല്ലേ? അപ്പോൾ ആംഗുലാർ മോഷൻ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോഴ്സിന് പകരം നമുക്ക് ടോർക്കിൻ്റെ ടേംസിൽ ഇക്വേഷൻ എഴുതാം. സോ ദിസ് എ കണ്ടീഷൻ ഫോർ ലീനിയർ SHM നമ്മൾ പറയും. ഓക്കെ, ദിസ് എ കണ്ടീഷൻ ഫോർ ലീനിയർ SHM. അപ്പോൾ ടോർക്കിൻ്റെ ടേംസിലാണെങ്കിൽ ദ റീസ്റ്റോറിംഗ് ടോർക്ക് ആക്ടിങ് ഓൺ ദി ഒബ്ജക്റ്റ്, അല്ലേ? ദ റീസ്റ്റോറിംഗ് ടോർക്ക് ആക്ടിങ് ഓൺ ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആയിരിക്കണം. ഓക്കെ, ദിസ് ഇസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ആംഗുലാർ ഓസിലേഷൻ ഓർ ആംഗുലാർ SHM ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ സി എ നമ്മൾ ടോർഷണൽ കോൺസ്റ്റൻറ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് നമ്മൾ പറയും. ഓക്കെ, ടോർഷണൽ കോൺസ്റ്റൻറ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് റീസ്റ്റോറിംഗ് ടോർക്കിൻ്റെ ടേംസിൽ. അപ്പോൾ ആംഗുലർ SHM ആണെങ്കിൽ നമ്മൾ ടോർക്കിന് ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ലീനിയർ SHM ആണെങ്കിൽ ഫോഴ്സിന് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? കാരണം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, ആൻഡ് ആക്സിലറേഷൻ ഇസ് നത്തിങ് ബട്ട് d²x/dt², അല്ലേ? അപ്പോൾ മാസ് ഇൻറ്റു d²x ഡിവൈഡഡ് ബൈ dt² ഇസ് ഈക്വൽ ടു -kx നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് m ഇൻറ്റു d²x ഡിവൈഡഡ് ബൈ dt² പ്ലസ് kx ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് വരിക. ആൻഡ് നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി d²x ഡിവൈഡഡ് ബൈ dt² പ്ലസ് k/m ഇൻറ്റു x ഈസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് നമ്മൾ പറയുക. ഓക്കെ, ആൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ വരുന്നത് നമുക്കറിയാം. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് ഐദർ സിനുസോയിഡൽ ഫംഗ്ഷൻസ് ആയിരിക്കണം, സൈൻ അല്ലെങ്കിൽ കോസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഫംഗ്ഷൻസ് ആയിരിക്കണം. സോ എക്സിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഐദർ ഇൻ ദ ഫോം a sin ωt+5 ഓർ a cos ωt+5 എന്നുള്ള ഫോമിലായിരിക്കും, where omega is the angular frequency of the SHM that is given by root of k/m. ഓക്കെ ആണല്ലോ, ശരി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ വരിക. a sin അല്ലെങ്കിൽ a cos എന്നുള്ള ഫോമിലാണ്. നമുക്കറിയില്ല, സൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ഫംഗ്ഷൻ നമുക്ക് കോസായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിനുസോഡൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോമിൽ എഴുതാൻ പറ്റുന്ന മോഷൻസിനെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സിനുസോഡലി ഓസിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നോക്കിയേ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പം അതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷനുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ωt മൈനസ് കോസ് ωt എന്നുള്ള ഫോമുല. അപ്പോൾ സൈൻ ωt നിങ്ങൾക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, കോസ് ωt എന്ന് പറയുന്നതും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ സൂപ്പർ പൊസിഷനായിട്ടാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് വരിക, അല്ലേ? അപ്പോൾ എന്താ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? നിങ്ങൾ ഒന്നിലധികം സിമ്പിൾ ഹാർമോണിക് മോഷൻസിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ, അല്ലേ? ഒന്നിലധികം സിമ്പിൾ ഹാർമോണിക് മോഷൻസിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ റിസൾട്ടൻറ്റ് മോഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ആവാം, ആവാതിരിക്കാം. ഓക്കെ അല്ലേ?
എപ്പോഴാണ് സിമ്പിൾ ഹാർമോണിക് ആവുന്നത്? നിങ്ങൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് എല്ലാം ഒരേ ഫ്രീക്വൻസിയിലാണെങ്കിൽ, ഓക്കെ, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് എല്ലാം ഒരേ ഫ്രീക്വൻസിയിലാണെങ്കിൽ റിസൾട്ടൻറ്റ് മോഷനും സിമ്പിൾ ഹാർമോണിക് ആയിരിക്കും വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആ സെറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ SHMs ആണ്. എന്നാൽ നിങ്ങൾ മിക്സ് ചെയ്യുന്ന ഫ്രീക്വൻസികൾ അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന SHMs ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ളവരാണെങ്കിൽ റിസൾട്ടൻറ്റ് മോഷൻ പീരിയോഡിക് ആയിരിക്കും, പക്ഷെ എന്താവില്ല, SHM ആവില്ല. അത് ഫ്രീസ് തിയറം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ NCERT-യിൽ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഫ്രീസ് തിയറം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഏതൊരു പീരിയോഡിക് ഫംഗ്ഷനെയും നിങ്ങൾക്ക് സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ ഒരു സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫൊറിയർ സീരീസ് എന്ന് പറയുക. അപ്പോൾ അതാണ് ഫൊറിയർ തിയറം. അപ്പോൾ അതുകൊണ്ട് സൈനിൻ്റെയും കോസിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്നത് എല്ലാ സാധനങ്ങളും എന്തായിരിക്കും, അത് പീരിയോഡിക് ആയിരിക്കും. ഓക്കെ അല്ല, അത് പീരിയോഡിക് ആയിരിക്കും. പക്ഷെ അത് SHM ആകണമെങ്കിൽ ഇതിനകത്തുള്ള ഓരോ ടൈമിൻ്റെയും ഫ്രീക്വൻസി എന്തായിരിക്കണം, സെയിം ആയിരിക്കണമെങ്കിൽ റിസൾട്ടൻറ്റ് മോഷൻ എന്താവുള്ളൂ, SHM ആവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈൻ ഒമേഗ ടി അതിൻ്റെ ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്, കോസ് ഒമേഗ ടി അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. അപ്പോൾ ഇവരുടെ സൂപ്പർ പൊസിഷൻ ഈ മൈനസ് കോസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് പൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് പൈ എന്ന് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത് സൈൻ ഒമേഗ ടി, ഇത് പ്ലസ് കോസ് ഒമേഗ ടി പ്ലസ് പൈ എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരേ ഫ്രീക്വൻസിയിലാണ്. അതുകൊണ്ട് അവരുടെ സൂപ്പർ പൊസിഷൻ എടുത്താൽ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും, അതേ ഫ്രീക്വൻസിയിലുള്ള SHM തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വൺ എന്താണ്, എ എന്ന് പറയുന്ന ഒരു SHM ആണ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ബി നിങ്ങൾ നോക്കുക, സൈൻ ക്യൂബ് ഒമേഗ ടി എന്നാണ് തന്നിരിക്കുന്നത്, സൈൻ ക്യൂബ് ഒമേഗ ടി. അപ്പോൾ സൈൻ ക്യൂബ് ഒമേഗ ടി ഒരു SHM ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാം. നമുക്കതിനെ ഇതുപോലെ ഒരു സൈനിൻ്റെ കോസിൻ്റെ സൂപ്പർ പൊസിഷനായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അതിന് നിങ്ങൾക്ക് സൈൻ ക്യൂബ് വരുന്നൊരു എക്സ്പ്രഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. സൈൻ 3 തീറ്റയുടെ ഫോർമുല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സൈൻ 3 ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 3 സൈൻ ഒമേഗ ടി മൈനസ് 4 സൈൻ ക്യൂബ് ഒമേഗ ടി വരും അല്ലേ. 4 സൈൻ ക്യൂബ് ഒമേഗ ടി എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതിൽ നിന്ന് 4 സൈൻ ക്യൂബ് ഒമേഗ ടി നമുക്ക് എങ്ങനെ എഴുതാം, 4 സൈൻ ക്യൂബ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 3 സൈൻ ഒമേഗ ടി മൈനസ് അല്ലേ, 3 സൈൻ ഒമേഗ ടി മൈനസ് സൈൻ 3 ഒമേഗ ടി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ ക്യൂബ് ഒമേഗ ടി എന്താണെന്ന് വരും, അപ്പോൾ സൈൻ ക്യൂബ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 1/4 ഇൻറ്റു സൈൻ 3 ഒമേഗ ടി എന്ന് വരും ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാ നോക്കി, ഇവിടെ നമ്മൾ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ സൂപ്പർ പൊസിഷനായിട്ടാണ് നമ്മൾ ഇതിനെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പോയി കാണാം, ഇതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയാണ്, ഇതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി 3 ഒമേഗയാണ്, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഫ്രീക്വൻസികൾ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഈ മോഷൻ എന്തായിരിക്കത്തില്ല, സിമ്പിൾ ഹാർമോണിക് ആയിരിക്കത്തില്ല. ക്ലിയർ ആണല്ലോ. ഇവിടെയും ഒമേഗ ഇവിടെ ഒമേഗ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ. ആംപ്ലിറ്റ്യൂഡുകൾ സെയിം ആണോ നിർബന്ധമില്ല, ഫേസുകളും സെയിം ആണോ നിർബന്ധമില്ല. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആയാലും മതി. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് മോഷൻ SHM ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല, പക്ഷേ ഇതൊരു പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാമല്ലോ, പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ പീരീഡ് എന്തായിരിക്കും? അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുള്ളത് നിങ്ങൾ നോക്കുക. ഇവിടെ തന്നെ നോക്കി, ഇവിടെ സൈൻ ഒമേഗ ടി, സൈൻ 3 ഒമേഗ ടി, ചിലപ്പോൾ വേറെയും ടേംസ് കാണും, 2 ഒമേഗ ടി, 4 ഒമേഗ ടി, അങ്ങനെ വേറെയും ടേംസ് കാണും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലോവസ്റ്റ് ഫ്രീക്വൻസി നിങ്ങൾ എടുക്കുക. ആ ലോവസ്റ്റ് ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ബാക്കി ഫ്രീക്വൻസികൾ പോയിട്ടുള്ളതെങ്കിൽ അതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ആയിരിക്കും റിസൾട്ടൻറ്റ് മോഷന് ഫ്രീക്വൻസി ആയിട്ട് വരിക. അതുകൊണ്ട് അതിൻ്റെ ടൈം പീരീഡ് വരുന്നത് എത്രയായിരിക്കും, ഈ റിസൾട്ടൻറ്റ് മോഷന് ടൈം പീരീഡ് വരുന്നത് 2π/ω ആയിരിക്കും. ഓക്കെ, കാരണം ലോവസ്റ്റ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീരീഡ് എത്രയാണോ അതാണ് അവിടെ ടൈം പീരീഡ് ആയിട്ട് വരിക, പ്രൊവൈഡഡ് അതിൻ്റെ ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ബാക്കിയുള്ളതിൻ്റെ ഫ്രീക്വൻസീസ് വരുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് ഐഡിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഇസ് പീരിയോഡിക്. പീരീഡ് എന്ന് പറയുന്നത് 2π/ω ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബി എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. ഓക്കെ, ബി ഇസ് നോട്ട് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനിയുള്ളത് സി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ y is equal to 5 cos 3π/4 മൈനസ് 3 ഒമേഗ ടി എന്നാണ് അല്ലേ. ഇതിപ്പോൾ എ കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ ഒമേഗ ടി മൈനസ് 5, ഇതിപ്പോൾ തിരിഞ്ഞു വന്നു എന്നേ ഉള്ളൂ, ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ് ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇതിനെ തിരിച്ചു എഴുതാം. കാരണം ഇതിനകത്തുള്ള ഓർഡർ നിങ്ങൾ തിരിച്ചെഴുതിയാലും മാറാനായിട്ടൊന്നും പോകുന്നില്ല, കാരണം കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് 5 cos 3 ഒമേഗ ടി മൈനസ് 3π/4 എന്ന് നിങ്ങൾക്ക് എഴുതാം. സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനെ എഴുതിയാൽ ഒരു മൈനസ് പുറത്ത് വരും, കാരണം സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ എനിവേ
അതെന്തായാലും സൈൻ ഒമേഗ ടി പ്ലസ് വൈ അല്ലെങ്കിൽ കോസ് ഒമേഗ ടി പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ്, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ക്ലിയർലി SHM ആണ്, അതിനകത്ത് വലിയ സംശയത്തിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പം സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഇനി ഡി നിങ്ങൾ നോക്കുവാണെങ്കിൽ അതൊരു ഓൾജിബ്രിക് ഇക്വേഷൻ ആണ് അല്ലേ, ശരിയല്ലേ, ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ ആണ്. ഇതിനകത്ത് എവിടെയും പീരിയോഡിക് ആയിട്ടുള്ള ഒരൊറ്റ ഫംഗ്ഷൻ പോലും വരുന്നില്ല, ഇത് ജസ്റ്റ് ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ y is quadratic in t, അപ്പോൾ ഇതൊരു പാരാബോളിക് ആയിട്ടുള്ളൊരു ഗ്രാഫ് തരുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല, ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല റെപ്രസെന്റ്, ദിസ് നോട്ട് ഈവൻ റെപ്രസെന്റ് എൻ ഓസിലേറ്ററി മോഷൻ അല്ലേ. അപ്പോൾ ഇത് സിമ്പിൾ ഹാർമോണിക് അല്ല, അതുകൊണ്ട് എയും സിയും ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഏത് വരും, ഓപ്ഷൻ 3 വരും. ഓക്കെ, ഓപ്ഷൻ 3 ഇസ് റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വീണ്ടും സൂപ്പർ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ നോക്കുക, when two displacements represented by y1 equal to a sin omega t and y2 is equal to b cos omega t are superimposed, the motion is. അപ്പോൾ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിനെ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻറ്റ് മോഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SHM ആണോ അല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ആൻ SHM പറഞ്ഞിട്ടുണ്ട്. SHM ആണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻസ് ഒന്ന് എടുത്ത് എഴുതാം. അപ്പോൾ y1 നമുക്ക് തന്നിരിക്കുന്നത് എന്താ, y1 is equal to a sin omega t ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണല്ലോ. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, y2 is equal to b cos omega t എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്, b cos omega t. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ബി ആണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, പക്ഷെ നോക്കിയാൽ ഫ്രീക്വൻസി സെയിം അല്ലേ. രണ്ടുപേരുടെയും ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്, രണ്ടുപേരുടെ ആംഗുലാർ ഫ്രീക്വൻസി സെയിം ആണ്. അപ്പോൾ സെയിം ആംഗുലാർ ഫ്രീക്വൻസിയിലുള്ള രണ്ട് പേരെ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻറ്റ് മോഷൻ എന്തായിരിക്കണം, SHM ആയിരിക്കണം അല്ലേ. അപ്പം റിസൾട്ടൻറ്റ് മോഷൻ y ഈക്വൽ ടു y1 പ്ലസ് y2 എടുത്താൽ കിട്ടുന്ന റിസൾട്ടൻറ്റ് മോഷൻ എന്താണ്, സിമ്പിൾ ഹാർമോണിക് ആണ്. ദിസ് മോഷൻ ഈസ് സിമ്പിൾ ഹാർമോണിക്. ഓക്കെ അല്ലേ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഫേസ് ഡിഫറൻസ് അറിയണം, ശരിയല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാമത്തതിന് സൈൻ്റെ ടേംസിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഇപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം, ഒന്ന് സൈനും മറ്റേത് കോസുമാണ്, അതുകൊണ്ട് ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ജനറലി നമുക്ക് തരുമ്പോഴത്തേക്കിനും രണ്ടിനെ ഒരേ ഫംഗ്ഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഫേസ് കമ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ബി കോസ് തീറ്റ നമുക്ക് സൈൻ തീറ്റ പ്ലസ് 90 എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ബി സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എനിക്ക് എഴുതാമല്ലോ, ബി സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പോൾ നിങ്ങൾ നോക്കുക, രണ്ടുപേരുടെ ആംപ്ലിറ്റ്യൂഡ്സ് എ ആൻഡ് ബി ആണ്, അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 മൈനസ് ഒമേഗ ടി പൈ ബൈ 2 വരും അല്ലേ. അപ്പോൾ ഫേസ് ഡിഫറൻസും നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താണ്, റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഇസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇൻറ്റു കോസ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ അല്ലെങ്കിൽ കോസ് ഓഫ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു SHMs ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫൈയുടെ വാല്യൂ ഇവിടെ പൈ ബൈ 2 ആണ് അല്ലേ. അപ്പം 5 പൈ ബൈ 2 ആണെങ്കിൽ കോസ് പൈ ബൈ 2 എന്ത് വരും, കോസ് പൈ ബൈ 2 0 വരും. സോ ഇറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്ക് റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏത് വരും, കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മെയിൻലി ഗ്രാഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറയുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇവരെയൊക്കെ കമ്പയർ ചെയ്യുന്ന ഗ്രാഫുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ഇതിനകത്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ദ ഓസിലേഷൻ ഓഫ് എ ബോഡി ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഇക്വേഷൻ x ഈക്വൽ ടു a cos omega t, where x is a displacement at time t and omega is the frequency of oscillation. Which one of the following graphs shows correctly the variation of acceleration with time? Okay, acceleration time graph ഏതാണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ അതാ നിങ്ങൾ നോക്കുക, എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സ് എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി ആണ് അല്ലേ, എ കോസ് ഒമേഗ ടി. അപ്പോൾ അതൊരു കൊസൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരിക, ശരിയല്ലേ. അപ്പോൾ എക്സ് കിട്ടിയാൽ പൊസിഷൻ അറിയാമെങ്കിൽ എങ്ങനെ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടും അല്ലേ. വെലോസിറ്റി ഇസ് ഗിവൺ ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്, ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ എ ഇൻറ്റു കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും, മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു
സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് ഉത്തരം വരും. മൈനസ് എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇതാണ് വെലോസിറ്റി വരുന്നത്. അപ്പോൾ നോക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് ഫംഗ്ഷനും വെലോസിറ്റി എന്താണ്, മൈനസ് സൈൻ ഫംഗ്ഷനുമാണ്. അപ്പോൾ അവർ തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എല്ലാ സമയങ്ങളിലും 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സൈൻ്റെയും കോസിൻ്റെയും കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ 0 ആകുമ്പോൾ മറ്റേയാൾ എക്സ്ട്രീം വാല്യൂവിലായിരിക്കും. ഓക്കെ, അതായത് പ്ലസ് ഓർ മൈനസ് മാക്സിമം വാല്യൂവിലായിരിക്കും മറ്റേയാൾ വരിക. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുന്നിടത്ത് മീൻ പൊസിഷനിലാണ് നമുക്ക് വെലോസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് അല്ലേ. അതുപോലെ വെലോസിറ്റി 0 ആകുന്ന എക്സ്ട്രീം പോയിന്റിലാണ് അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. അതാണ് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും, വെലോസിറ്റി വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും, ഓർ d സ്ക്വയർ x by dt സ്ക്വയർ കിട്ടും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ ഇൻറ്റു ആക്സിലറേഷൻ സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. അപ്പോൾ നമുക്ക് മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ, മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി. നമുക്ക് നോക്കിയാൽ കാണാം എ കോസ് ഒമേഗ ടി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ആക്സിലറേഷൻ ക്ലിയർലി ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷൻ്റെ ഫോർമുലയാണ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആകുന്നത് പോലെ തന്നെ ആക്സിലറേഷനും പ്രൊപ്പോർഷണൽ ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, കാരണം എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല തന്നെയാണ്, ചെയ്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കാരണം ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ എന്ത് ഫംഗ്ഷൻ കൊടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആസ് ലോങ് ആസ് എക്സ് ഇസ് എ സിനുസോയിഡലി വേരിയിങ് ഫംഗ്ഷൻ, സൈൻ അല്ലെങ്കിൽ കോസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് സാറ്റിസ്ഫൈ ദിസ് പർട്ടിക്കുലർ ഫോർമുല. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് സൈനോ കോസോ തന്നെ കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ മൈനസ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്, ഈ മൈനസ് സൈൻ കാണിക്കുന്നത് നിങ്ങൾ നോക്കുവാണെങ്കിൽ മൈനസ് കോസിനെ നിങ്ങൾക്ക് കോസ് ഒമേഗ ടി പ്ലസ് പൈ എന്ന് എഴുതാം അല്ലേ. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും തമ്മിൽ എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷൻ തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൈ റേഡിയൻ ഫേസ് ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്, വെലോസിറ്റിയും ആക്സിലറേഷൻ തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷൻ തമ്മിൽ അപ്പോൾ എത്രയാണ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണോ അതിൻ്റെ 180 ഡിഗ്രി ഫേസ് ഔട്ട് ആയിട്ടുള്ള ഗ്രാഫാണ് ആക്സിലറേഷന് വരേണ്ടത്. ശരിയല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് ഫംഗ്ഷൻ ആണല്ലോ അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് ഫംഗ്ഷനാണ്, കോസിൻ്റെ ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതിന് 180 ഡിഗ്രി ഫേസ് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കിനും ആക്സിലറേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകണം. ശരിയല്ലേ, ഇങ്ങനെ പോകണം. ഇതാണ് ആക്സിലറേഷൻ്റെ ഗ്രാഫ് വരേണ്ടത്. അപ്പോൾ അത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ലോവർ എക്സ്ട്രീമത്തിൽ എത്തുമ്പോഴത്തേക്കിനും ആക്സിലറേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പർ എക്സ്ട്രീമത്തിലായിരിക്കും. ആൻഡ് 0 ആകുന്ന ഒന്നിച്ച് തന്നെയാണ്, കാരണം എക്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നേരെ തലതിരിഞ്ഞ ഗ്രാഫ് വരും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ഗ്രാഫാണോ നേരെ തലതിരിഞ്ഞ ഗ്രാഫ് ആയിരിക്കും ആക്സിലറേഷൻ വരിക. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഗ്രാഫ് വരും, നിങ്ങൾ നോക്കിയേ, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കോസ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ തലതിരിഞ്ഞ ഗ്രാഫ് എന്ന് പറയുമ്പോൾ മൈനസ് കോസിൻ്റെ ഗ്രാഫ് വരും അല്ലേ. ഇത് കോസിൻ്റെ ഗ്രാഫാണ്, അപ്പോൾ ഇതല്ല, ഇത് സൈൻ്റെ 180 ഡിഗ്രി ഫേസ് ഔട്ട് ചെയ്ത ഗ്രാഫാണ് അല്ലേ. അപ്പോൾ ഇത് മൈനസ് സൈൻ്റെ ഗ്രാഫ്, ഇതല്ല, ഇത് സൈൻ്റെ ഗ്രാഫാണ്, അതുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് മൈനസ് കോസിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ഇതിൻ്റെ നേരെ തലതിരിഞ്ഞ ഗ്രാഫാണിത്. അപ്പോൾ ആൻസർ വരുന്നത് എന്താ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുവാണെങ്കിൽ, the radius of a circle, the period of revolution, initial position and sense of revolution are indicated in the figure. Okay, radius 3 meter ആണ് തന്നിട്ടുണ്ട്, ആൻഡ് സെൻസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്, ആൻഡ് ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് പി ആണ്, ടി ഈക്വൾ ടു 0 പോയിന്റ് പി ആണ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് 4 seconds ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y പ്രൊജക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്ടർ ഓഫ് ദി റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ പി ആണ്. അപ്പോൾ ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യം, നമ്മൾ NCERT-യിൽ നമുക്ക് പറയുന്നുണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷനും സർക്കുലർ മോഷനും തമ്മിലൊരു ബന്ധമുണ്ട്. സർക്കുലർ മോഷൻ സിമ്പിൾ ഹാർമോണിക് അല്ല അല്ലേ. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ അതൊരു പീരിയോഡിക് മോഷനാണ്, പക്ഷേ അത് എന്തല്ല, സിമ്പിൾ ഹാർമോണിക് അല്ല, കാരണം മോഷൻ ടു ആൻഡ് ഫ്രോ അല്ല അല്ലേ. ടു ആൻഡ് ഫ്രോ ആയിട്ടുള്ള മോഷനെ ഓസിലേറ്ററി ആവുള്ളൂ, ഓസിലേറ്ററി മോഷൻസിൽ മാത്രമേ സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുള്ളൂ. ഓക്കെ, സർക്കുലർ മോഷൻ ഇസ് നോട്ട് ഈവൻ ഓസിലേറ്ററി, അതുകൊണ്ട് അത് ഓസിലേറ്ററി മോഷനോ സിമ്പിൾ ഹാർമോണിക് മോഷനോ അല്ല. പക്ഷേ സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു റിലേഷനുണ്ട് അല്ലേ. ആ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫേസർ റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് ആ ബന്ധം എന്ന് നമുക്ക് നോക്കാം.
സർക്കുലർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ അതാണ്ട് ഇനിഷ്യലി അപ്പോൾ നമുക്കൊരു സർക്കിൾ കൺസിഡർ ചെയ്യാം. നമുക്കൊരു എക്സ് ആൻഡ് വൈ ആക്സസ് ഒക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, എക്സ് ആൻഡ് വൈ ആക്സസ് കൺസിഡർ ചെയ്യുന്നു. ഇത് എക്സ് ആക്സസ് ആണ്, ലെറ്റ്സ് സേ ഇത് വൈ ആക്സസ് ആണ്. ഓക്കെ, എക്സും വൈയും നമ്മൾ ലേബൽ ചെയ്യും. ആൻഡ് നമുക്കിതിൻ്റെ റേഡിയസ് എ ആണെന്ന് വിചാരിക്കാം, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ആണെന്ന് വിചാരിക്കാം. ആൻഡ് ലെറ്റ്സ് സേ നമുക്കൊരു ഒരു വെക്ടർ ഇവിടെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു വെക്ടർ ഞാനിവിടെ വരയ്ക്കുന്നു. ഈ വെക്ടറിനെയാണ് നമ്മൾ ഫേസർ അല്ലെങ്കിൽ ഫേസ് വെക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിനെയാണ്. അപ്പോൾ നമുക്ക് ടി ഈക്വൽ ടു 0-ൽ ലെറ്റ്സ് സേ ഈ വെക്ടറിൻ്റെ ഓറിയൻറ്റേഷൻ ഈ ഒരു ഡയറക്ഷനിലായിരുന്നു എന്ന് വിചാരിക്കാം. ടി ഈക്വൽ ടു 0 ആ വെക്ടറിൻ്റെ ഓറിയൻറ്റേഷൻ ഈ ഒരു ഡയറക്ഷനിലായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സേ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഫൈ വിത്ത് റെസ്പെക്ട് ടു ദി എക്സ് ആക്സസ്. ഓക്കെ, ഏത് ആക്സസിന് നമ്മൾ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാം, നമ്മുടെ ചോയ്സ് ആണ്. അപ്പോൾ എന്തായാലും ഒരു 5 ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ എക്സ് ആണ് റെഫറൻസ് ആക്സസ് ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ആൻഡ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ടെയിൽ എൻഡ്. ഓക്കെ, അതിൻ്റെ ടെയിൽ എൻഡിന് അബൌട്ടായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുവാണ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസി എത്രയാണ്? ഒമേഗയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും അത്. ഇപ്പോൾ ഇതാണ് ടി ടൈമിൽ അതിൻ്റെ പൊസിഷൻ എന്ന് വിചാരിക്കുക, വെക്ടറിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആംഗിൾ എത്ര കറങ്ങിയിട്ടുണ്ടാവും? ഈ ഒരു ആംഗിൾ എത്രയായിട്ടുണ്ടാവും? ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി ആയിരിക്കുമല്ലോ അല്ലേ, കാരണം ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയിലാണ് കറങ്ങുന്നത്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലർ ഫ്രീക്വൻസി, ആംഗിൾ സബ്റ്റൻഡഡ് ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ ടി ടൈമിൽ സബ്റ്റൻഡ് ചെയ്ത ആംഗിൾ എത്ര ആയിരിക്കും? ഒമേഗ ടി ആയിരിക്കും അല്ലേ. അപ്പോൾ ഒമേഗ ടി ആംഗിളാണ് സബ്റ്റൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ സബ്റ്റൻഡഡ് അബൌട്ട് ദി എക്സ് ആക്സസ് എന്ത് വരും? ടോട്ടൽ ആംഗിൾ സബ്റ്റൻഡഡ് എത്ര വരുന്നത്? ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും അല്ലേ. ടോട്ടൽ ആംഗിൾ സബ്റ്റൻഡഡ് ഈസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. നമുക്കറിയാം ദിസ് ഇസ് എ ഫേസ് ഓഫ് ഓസിലേഷൻ ആണ് അല്ലേ. നമ്മൾ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ടൈം എവിടെ വരുന്നത്? നമ്മുടെ ഓസിലേഷൻ്റെ ഫേസിനകത്ത് വരുന്ന ടൈമാണ്. ദാറ്റ് മീൻസ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ വെക്ടർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് വിൽ ഗീവ് യു ദ ഫേസ് ഓഫ് ദി ഓസിലേഷൻ ആണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ ഫേസ് വെക്ടർ അല്ലേ. ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ ഫേസ് ഓഫ് ഓസിലേഷൻ ആണ്. ആ ഫേസ് വെക്ടർ എന്നുള്ളതിനെയാണ് നമ്മൾ ഫേസർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പ്രൊജക്ഷൻ എടുക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സിലൂടെയോ വൈയിലൂടെയോ ഉള്ള പ്രൊജക്ഷൻ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എക്സിലോടുള്ള പ്രൊജക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതാണ്ട് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ അല്ലേ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ അഡ്ജസൻ സൈഡാണ് എന്ത്? ഒമേഗ ടി പ്ലസ് 5യുടെ അഡ്ജസൻ സൈഡാണ് എൻ്റെ ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊജക്ഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണെന്നുണ്ടെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ് അല്ലേ. നമുക്കറിയാം ദിസ് റെപ്രസെൻറ്റ്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണല്ലോ. ദാറ്റ് റെപ്രസെൻറ്റ്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആൻഡ് ഇവിടുത്തെ പ്രൊജക്ഷൻ വൈ ആക്സസിലെ പ്രൊജക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. എ സൈൻ ഒമേഗ ടി പ്ലസ് 5, കാരണം അത് ഓപ്പോസിറ്റ് സൈഡാണ് ഒമേഗ ടി പ്ലസ് 5 അല്ലേ. സോ ദാറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് അനദർ റെസിസ്റ്റർ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ, അപ്പോൾ ഇത് കണ്ട് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇമാജിനറി പാർട്ടിക്കിൾ ഇങ്ങനെ നടന്ന് കറങ്ങുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. യൂണിഫോം ആംഗുലർ ഫ്രീക്വൻസിയിൽ കറങ്ങുവാണെന്ന് പറയുമ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റോ വൈ കോർഡിനേറ്റോ റെപ്രസെൻറ്റ് ചെയ്യുന്ന മോഷൻ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. ഓക്കെ, എക്സ് ഓർ വൈ കോർഡിനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. ആൻഡ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് തമ്മിൽ നിങ്ങൾക്കറിയാം 90 ഡിഗ്രി ആണ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് തമ്മിൽ മേക്കുന്ന ആംഗിൾ. ആൻഡ് അവിടെ കിട്ടുന്ന പ്രൊജക്ഷൻസ് തമ്മിൽ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഒന്ന് സൈൻ ഫംഗ്ഷനും മറ്റേത് കോസ് ഫംഗ്ഷനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂണിഫോം സർക്കുലർ മോഷനിലുള്ള ഒരു പാർട്ടിക്കിളിനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു പോയിന്റിന്, ഒരു ഹൈപ്പത്തറ്റിക്കൽ പോയിന്റിനെ ചിന്തിക്കുക. അപ്പോൾ ആ പോയിന്റിൻ്റെ എക്സ് ഓർ വൈ കോർഡിനേറ്റ്സ് നിങ്ങൾ സർക്കിളിൻ്റെ ഏതൊരു ഡയമീറ്ററിന് അബൌട്ടായിട്ട് നിങ്ങൾ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് മോഷൻ എന്തായിരിക്കും? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലാണ് നിങ്ങൾ പ്രൊജക്ഷൻസ് എടുക്കുന്നതെങ്കിൽ കിട്ടുന്ന രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസും എങ്ങനെ ആയിരിക്കും? പരസ്പരം ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് തിയറി. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ദ പ്രൊജക്ഷൻ ഓഫ് എ യൂണിഫോം സർക്കുലർ മോഷൻ എബൌട്ട് എനി ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, the projection of a uniform circular motion about any diameter of the circle will give you a simple harmonic motion അല്ല. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇതാണ്ട് ഇവിടെ നമുക്ക് റേഡിയസ് 3 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. റേഡിയസ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ആയിട്ട് നമുക്ക് വരിക. ടൈം പീരീഡ് തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഒമേഗ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ് അല്ലേ. അതുപോലെ ഇനിഷ്യൽ പോയിന്റ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്കാണ് കറങ്ങുന്നത് അല്ലേ.
അപ്പോൾ ആംഗിൾ സബ്റ്റൻഡ് നമുക്ക് പറയാൻ എളുപ്പം ഇവിടെ നിന്നാണല്ലോ അല്ലേ, ഇവിടുന്ന് ടി ടൈമിൽ സബ്റ്റൻഡ് ചെയ്ത ആംഗിളാണ് നമുക്ക് പറയാൻ എളുപ്പം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യണം, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ട് ഇതാണ് വരിക. ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾ കറങ്ങി ഇവിടെ എത്തി, അതുകൊണ്ട് ഇവിടെ ഇരുന്ന പാർട്ടിക്കിൾ കറങ്ങി ഇവിടെ എത്തി. അപ്പോൾ ടി ടൈം കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. ഇത് ടി ഈക്വൽ ടു 0 ആണ്, ടി എന്ന് പറയുന്നത് ടൈം, ഇവിടെ ടി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്തത് എത്ര ഡിഗ്രിയാണ്? അതുകൊണ്ട് ഇത് ഇത്രയും ആംഗിൾ അല്ലേ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് വരും? ഒമേഗ ടി ആയിരിക്കും അല്ലേ. ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒമേഗ ടി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? വൈ പ്രൊജക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്ടർ ആണ് അല്ലേ. വൈ പ്രൊജക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്ടർ ആണ്. വൈ എടുത്താലും എക്സ് എടുത്താലും സിമ്പിൾ ഹാർമോണിക് മോഷനാണ് കിട്ടുക. അപ്പോൾ വൈ പ്രൊജക്ഷനാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു പ്രൊജക്ഷൻ എടുക്കാം. ശരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആംഗിൾ നമുക്ക് ഒമേഗ ടി ആണെന്നറിയാം അല്ലേ. ഈ ഒരു ആംഗിൾ നമുക്ക് ഒമേഗ ടി ആണെന്നറിയാം. ഇത് ഒമേഗ ടി ആണ്. അത് നമുക്ക് വൈ പ്രൊജക്ഷൻ വേണം. വൈ പ്രൊജക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഏത് സൈഡാണ് വരുന്നത്? നിങ്ങൾ നോക്കിയേ, ഒമേഗ ടിയുടെ അഡ്ജസൻ സൈഡല്ലേ വൈ വരുന്നത് അല്ലേ. ഒമേഗ ടിയുടെ അഡ്ജസൻ സൈഡാണ് വൈ വരുന്നത് ആണല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? എ കോസ് ഒമേഗ ടി ആയിരിക്കത്തില്ലേ അല്ലേ. അഡ്ജസൻ സൈഡ് ആകുന്നത് കോസ് ഒമേഗ ടി ആണ് വരിക. എയുടെ വാല്യൂ എത്ര? 3 മീറ്റർ ആണ്, അല്ലെങ്കിൽ 3 മീറ്റർ ആണ്. അപ്പോൾ 3 കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വരിക. ശരിയല്ലേ. അപ്പോൾ y is equal to 3 cos omega t. 3 cos omega t. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ് അല്ലേ. അപ്പോൾ 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് is 4 seconds. So we'll get π/2 റേഡിയൻ പെർ സെക്കൻഡ്. π/2 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ y എന്ത് വരും? y is equal to 3 cos pi t ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. അപ്പോൾ ആൻസർ വരുന്നത് എന്താ? ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക അല്ലേ. ആൻസർ ഇസ് ഓപ്ഷൻ 4. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നോക്കി, നല്ലൊരു ക്വസ്റ്റനാണ്. ക്വസ്റ്റൻ നമ്പർ 5. ഓക്കെ, നോക്കുക. A particle performs SHM in a straight line. In the first second starting from rest, it travels a distance A, and in the next second it travels a distance B in the same direction. The amplitude of the SHM is. അപ്പോൾ ഒരു പാർട്ടിക്കിൾ SHM എക്സിക്യൂട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. ആദ്യത്തെ സെക്കൻഡിൽ, ഫസ്റ്റ് സെക്കൻഡിൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ എ സൈൻ അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നൊരു ടൈം എഴുതുമല്ലോ. ഫൈ ദ ഇനീഷ്യൽ ഫേസ് ഓർ ഫേസ് കോൺസ്റ്റൻറ്റ്. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം. ബാക്കിയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് ഫൈ. കാരണം ഈ ഫൈ ആണ് തീരുമാനിക്കുന്നത് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ഇനീഷ്യൽ ഫേസ്. ഫേസ് ഓഫ് ഓസിലേഷൻ റെപ്രസെൻറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഓസിലേഷൻ. സ്റ്റേറ്റ് ഓഫ് ഓസിലേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും അറിയണം അല്ലേ പൊസിഷനും വെലോസിറ്റി അറിയണം. അതാണ് സ്റ്റേറ്റ് ഓഫ് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ്. ഇപ്പം തെർമോഡൈനാമിക് സ്റ്റേറ്റ് ആണ് നിങ്ങൾക്കറിയാം. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം. അതാണ് അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഓഫ് ഓസിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും അറിയുക എന്നുള്ളതാണ്. അതായത് പാർട്ടിക്കിൾ എവിടെയാണ്, എങ്ങോട്ട് പോവുകയാണ്, ഈ രണ്ട് ഇൻഫർമേഷൻ അടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സ്റ്റേറ്റ് ഓഫ് ഓസിലേഷൻ ഓർ ദ ഫേസ് ഓഫ് ഓസിലേഷൻ. അപ്പോൾ ആ ഫേസിനെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആ ഇനീഷ്യൽ കണ്ടീഷൻ എന്താണെന്നുള്ളതിനനുസരിച്ച് ആ ഫേസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ മാറും. അപ്പോൾ നിങ്ങൾ സൈനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന ഫേസ് കോൺസ്റ്റൻറ്റ് ആയിരിക്കത്തില്ല കോസായിട്ട് എഴുതുമ്പോൾ. കാരണം സൈനും കോസും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഫേസ് ആയിരിക്കത്തില്ല പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ കിട്ടുക അല്ലേ. അല്ലെങ്കിൽ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഹാഫ് വേ ബിറ്റ്വീൻ ദ മീൻ പൊസിഷൻ ആൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എക്സ്ട്രീം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫേസ് മാറും. ഓക്കെ അല്ലേ. അപ്പോൾ ഓരോ പാർട്ടിക്കിൾ ഇനീഷ്യലി എവിടെയാണ്, എങ്ങോട്ട് പോവുകയാണ് എന്നുള്ള രണ്ട് ഇൻഫോർമേഷനെ വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യൽ ഫേസ് ഫൈ എന്ന് പറഞ്ഞ ടൈം ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം മീൻ പൊസിഷൻ എന്നാണ് പറയുന്നത്. പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷൻ അറിയാലോ, ഇക്വിലിബ്രിയം പൊസിഷനാണ് പാർട്ടിക്കിളിൻ്റെ അല്ലേ.
എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നത് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നത് എ സൈൻ ഒമേഗ ടി ആണ്. എ സൈൻ ഒമേഗ ടി. ആൻഡ് മീൻ പൊസിഷനിൽ തുടങ്ങി പാർട്ടിക്കിൾ പോസിറ്റീവ് ഡയറക്ഷനിൽ പോകുന്നുള്ള അസംഷനാണ് കേട്ടോ. പാർട്ടിക്കിൾ പോസിറ്റീവ് ഡയറക്ഷനിൽ പോകണം. അങ്ങനെയാണെങ്കിൽ എ സൈൻ ഒമേഗ ടി. പാർട്ടിക്കിൾ നെഗറ്റീവ് ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ വരും. കാരണം മൈനസ് എ സൈൻ ഒമേഗ ടി ഫംഗ്ഷൻ ആയിരിക്കും വരിക. ഇനി പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം എക്സ്ട്രീം പോയിന്റ് എന്നാണ് പറയുന്നതെങ്കിൽ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം എക്സ്ട്രീം പോയിന്റ് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം രണ്ട് എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ട് അല്ലേ? മൈനസ് എയും ഉണ്ട് പ്ലസ് എയും ഉണ്ട്. അപ്പോൾ പ്ലസ് എ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എക്സ് എന്ന് പറയുന്നത് കോസ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എ കോസ് ഒമേഗ ടി സൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു എന്നുകൂടെ കൊടുക്കണം. കാരണം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആണ് കോസ് ഒമേഗ ടി. അപ്പോൾ എ കോസ് ഒമേഗ ടി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം മൈനസ് എ എന്നാണ് പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മൈനസ് എ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് പൈ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ വരിക. അപ്പോൾ പാർട്ടിക്കിൾ എവിടെയാണ് റെസ്റ്റിൽ? അപ്പോൾ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയ പോയിന്റ് എടുക്കാൻ പറ്റില്ല. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പാർട്ടിക്കിൾ റെസ്റ്റിലാകുന്നത് എക്സ്ട്രീം പൊസിഷൻസിൽ വെച്ച് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ചിലർ വിചാരിക്കും ഓക്കെ മീൻ പൊസിഷനിൽ നിന്നാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിലോ. ഫോർ എക്സാമ്പിൾ മീൻ പൊസിഷനിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി നമ്മൾ കൊടുക്കുക, ഒന്ന് തട്ടുവാണ്, അങ്ങനെയാണ് വരുന്നതെങ്കിൽ അപ്പോൾ അതിൽ തന്നെയുണ്ട് നമ്മൾ തട്ടുക അവിടെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ല, സ്റ്റാർട്ടിങ് വിത്ത് എ വെലോസിറ്റിയാണ്. നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റിയിലാണ് ആ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് മീൻ പൊസിഷനിലെ വെലോസിറ്റി എപ്പോഴും മാക്സിമം ആയിരിക്കും. അത് നിങ്ങൾ മറന്നു പോകരുത്. മീൻ പൊസിഷനിലെ വെലോസിറ്റി എന്തായിരിക്കും? മീൻ പൊസിഷനിലെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. എക്സ്ട്രീം പോയിന്റിൽ എന്തായിരിക്കും? എക്സ്ട്രീം പോയിന്റിലെ വെലോസിറ്റി 0 ആയിരിക്കും. മീൻ പൊസിഷനിലെ വെലോസിറ്റി മാക്സിമവും എക്സ്ട്രീം പോയിന്റിലെ വെലോസിറ്റി 0യും ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് എല്ലാ സിമ്പിൾ ഹാർമോണിക് മോഷൻസിനും ഈ ഒരു കണ്ടീഷൻ വാലിഡ് ആണ്. നിങ്ങൾ സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ നോക്കിയാലും അതുപോലെ പെൻഡുലം, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ നോക്കിയാലും എല്ലാം ഇത് വാലിഡാണ്. അപ്പം മീൻ പൊസിഷനിലായിരിക്കണം മാക്സിമം വെലോസിറ്റി, അല്ലെങ്കിൽ വെലോസിറ്റി ആംപ്ലിറ്റ്യൂഡിനോട് ഈക്വൽ ആവുന്നത്. ആൻഡ് എക്സ്ട്രീം പോയിന്റിൽ വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് എക്സ്ട്രീം പോയിന്റിൽ നിന്നാണ് പാർട്ടിക്കിൾ തുടങ്ങുന്നത് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടുകയുള്ളൂ. ഏത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ഓക്കെ, കാരണം ഈ ക്വസ്റ്റനിൽ ഇനിഷ്യൽ കണ്ടീഷൻ സ്പെസിഫിക് ആയതുകൊണ്ട് ഇനിഷ്യൽ കണ്ടീഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫേസ് നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ആൻസർ വരികയുള്ളൂ. അപ്പോൾ എ കോസ് ഒമേഗ ടി നമുക്ക് എഴുതാം. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ. കാരണം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് വരുന്ന ഇവിടെ എക്സ്ട്രീം പോയിന്റിലാണ്. ഓക്കെ, അത് ഏത് എക്സ്ട്രീം പോയിന്റ് ആണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല അല്ലേ? എന്ന് പറയുമ്പോൾ പ്ലസ് എ ആണോ മൈനസ് എ ആണോ എന്നുള്ള പറഞ്ഞിട്ടില്ല. കാരണം മൈനസ് എയും തുടങ്ങിയാലും പ്ലസ് എയും തുടങ്ങിയാലും ഒരേപോലെയൊക്കെ തന്നെയാണ് മോഷൻ വരിക. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡയറക്ഷൻ അസ്യൂം ചെയ്തിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയുന്നത് എന്താ? ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് എ ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സെക്കൻഡ് ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ബി ഇൻ ദ സെയിം ഡയറക്ഷൻ. ആദ്യത്തെ സെക്കൻഡിൽ എ ഡിസ്റ്റൻസും രണ്ടാമത്തെ സെക്കൻഡിൽ ബി ഡിസ്റ്റൻസും ആണ് അല്ലേ? അപ്പോൾ nth സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0 to 1 seconds ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 second to 2 second ആണ് നമ്മുടെ ഇൻ്റർവെല്ല്. ശരിയല്ലേ? അപ്പോൾ ബി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. ഇനി അതിനകത്ത് ഒരു ക്യാച്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മോഷൻ ഒന്ന് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ആ മോഷനൊന്ന് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ് എക്സ്ട്രീം പോയിൻറ്റും ഇത് നെഗറ്റീവ് എക്സ്ട്രീം പോയിൻറ്റുമാണ്. ഓക്കെ, ഇത് എക്സ് ആക്സിസ്. അപ്പോൾ പാർട്ടിക്കിൾ വേണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇവിടെ വെലോസിറ്റി 0 ആണ് പാർട്ടിക്കിളിൻ്റെ. ഓക്കെ, ഇവിടെ നിന്ന് അസ്യൂം ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക. നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഈ സാധനം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ല, ഇതെന്താ? ഡിസ്പ്ലേസ്മെൻറ്റാണ്. ആൻഡ് ഓസിലേഷൻസിലും വേവ്സിലും നമ്മൾ എടുത്തിരിക്കുന്ന കൺവെൻഷൻ എന്താണ്? ഓൾ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആർ മെഷേർഡ് ഫ്രം ദ മീൻ പൊസിഷൻ. എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റുകളും നമ്മൾ മെഷർ ചെയ്യുന്നത് മീൻ പൊസിഷനിലാണ് വെച്ചിട്ടാണ്. അല്ലാതെ നമ്മളുടെ സാധാരണ മെക്കാനിക്സിനകത്ത് നമ്മൾ എടുക്കുന്നത് പോലെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്നുള്ളൊരു ഐഡിയ അല്ല നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, എല്ലാ രീതിയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഓൾവേസ് മെഷേർഡ് ഫ്രം ദ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റുകൾ മെഷർ ചെയ്യുക. എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എക്സ് മെഷർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടുമായിട്ടാണ് നമ്മൾ എക്സ് മെഷർ ചെയ്യുന്നത്. അല്ലാതെ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി നേരത്തെ ഇതല്ല നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയുക. പാർട്ടിക്കിൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോഴും അങ്ങോട്ടാണ്. പാർട്ടിക്കിൾ ഏത് പോയിന്റിലാണോ അങ്ങോട്ടേക്കാണ് മീൻ പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് പാർട്ടിക്കിൾ ആദ്യത്തെ സെക്കൻഡിൽ ടി ഈക്വൽ ടു 1 സെക്കൻഡിൽ അത് A ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ടി ഈക്വൽ ടു 1 സെക്കൻഡിൽ അത് A ഡിസ്റ്റൻസ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്തായിട്ട് തന്നിരിക്കുന്നത്? A ആയിട്ട് തന്നിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് A അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇതായിരിക്കുമല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് അന്നേരം എന്തായിരിക്കും വരുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു A മൈനസ് A ആണ് വരിക അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് A മൈനസ് A ആണ് വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ x1 നമുക്ക് എഴുതാം. ദറ്റ് ഇസ് ഈക്വൽ ടു A മൈനസ് A ആണ്. ഫസ്റ്റ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് A മൈനസ് A. ഇനി ടി ഈക്വൽ ടു 2 സെക്കൻഡ് ആയപ്പോൾ ടി ഈക്വൽ ടു 2 സെക്കൻഡ്സിലെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? B ആണ് അല്ലേ? ഇപ്പോൾ 2 സെക്കൻഡ്സിലെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് B ആണ്. സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് B ആണ്. അപ്പോൾ ടി ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആകുമ്പോൾ പാർട്ടിക്കിൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരും. ടി ഈക്വൽ ടു 2 സെക്കൻഡ്സ് ആയി. അപ്പോൾ സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് B എന്ന് പറയുമ്പോൾ ദാണ്ട് ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ദൂരമാണ് B. ശരിയല്ലേ? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് B. സെക്കൻഡിൽ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ല പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡിൽ A ഡിസ്റ്റൻസും നെക്സ്റ്റ് സെക്കൻഡിൽ B ഡിസ്റ്റൻസും ആണ് പറയുക. അപ്പം 1 to 2 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് B. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും വരിക? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ നമുക്ക് x2 എന്ന് വിളിക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു A മൈനസ് ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വന്നു? A പ്ലസ് B വന്നു അല്ലേ? അപ്പോൾ A മൈനസ് A പ്ലസ് B ആയിരിക്കും വരിക. A മൈനസ് A പ്ലസ് B. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡാണ് ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ A കോസ് ഒമേഗ ടിക്ക് അതിട്ട് കൊടുക്കാം. അപ്പോൾ ടി ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് കൊടുത്താൽ x1ൻ്റെ വാല്യൂ അപ്പോൾ എന്ത് വരും? x1ൻ്റെ വാല്യൂ വരുന്നത് A കോസ് ഒമേഗ ടി ഒമേഗ ഇൻറ്റു 1 വരും. അപ്പോൾ ഒമേഗ എന്ന് വരും. അപ്പോൾ x1ൻ്റെ വാല്യൂ A കോസ് ഒമേഗയാണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു A മൈനസ് A. അതിൽ നിന്ന് കോസ് ഒമേഗ എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടും? കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു A മൈനസ് A ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും. ഇതാണ് കോസ് ഒമേഗയുടെ വാല്യൂ അല്ലേ? ഇനി x2 എന്ന് പറഞ്ഞാൽ എന്താ? A മൈനസ് A പ്ലസ് B. അത് സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ x2ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? x2ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കിനും ടോട്ടൽ 2 സെക്കൻഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ടോട്ടൽ 2 സെക്കൻഡ്സ്. അപ്പോൾ x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് A മൈനസ് A പ്ലസ് B അല്ലേ? സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻ്റ് ആണ് A മൈനസ് A പ്ലസ് B ആയിട്ട് വരുന്നത്. അപ്പോൾ x2ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? A കോസ് ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഒമേഗയാണ് അല്ലേ? 2 ഒമേഗ വരും. കാരണം ഒമേഗ ടി എന്നുള്ള ഒമേഗ ഇൻറ്റു 2 ആവും. അപ്പോൾ A കോസ് 2 ഒമേഗ വരും. അപ്പോൾ അതാണ് x2ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു A മൈനസ് A പ്ലസ് B വരും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് കോസ് 2 ഒമേഗ എന്താണെന്ന് വരും? കോസ് 2 ഒമേഗ ഈസ് ഈക്വൽ ടു A മൈനസ് A പ്ലസ് B ഡിവൈഡഡ് ബൈ A എന്ന് വരും. ഇനി കോസ് 2 ഒമേഗ നമുക്ക് കോസ് ഒമേഗയുടെ ടേംസിൽ എഴുതാമല്ലോ അല്ലേ? അവരെ തമ്മിൽ വേണം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ കോസ് 2 ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെ വരും? 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലേ? അപ്പോൾ നമുക്ക് 2 കോസ് സ്ക്വയർ ഒമേഗ മൈനസ് 1 നമുക്ക് എഴുതാം അല്ലേ? 2 കോസ് സ്ക്വയർ ഒമേഗ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ A മൈനസ് A പ്ലസ് B ഡിവൈഡഡ് ബൈ A ഈസ് ഈക്വൽ ടു 2 ടൈംസ് കോസ് സ്ക്വയർ ഒമേഗ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ വരും അല്ലേ? അപ്പോൾ A മൈനസ് A ഡിവൈഡഡ് ബൈ എയുടെ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് ക്യാപിറ്റൽ A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം A മൈനസ് A പ്ലസ് B ഡിവൈഡഡ് ബൈ A ഈസ് ഈക്വൽ ടു 2 ടൈംസ് എന്ത് വരും? A സ്ക്വയർ മൈനസ് 2AA പ്ലസ് A സ്ക്വയർ ഡിവൈഡഡ് ബൈ A സ്ക്വയർ മൈനസ് 1 എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് A മൈനസ് A പ്ലസ് B ഡിവൈഡഡ് ബൈ A ഈസ് ഈക്വൽ ടു 2A സ്ക്വയർ മൈനസ് 4AA പ്ലസ് 2A സ്ക്വയർ മൈനസ് A സ്ക്വയർ ഡിവൈഡഡ് ബൈ A സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടുന്ന് ഒരു A നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ തന്നെ 2A സ്ക്വയർ മൈനസ് A സ്ക്വയർ വരും. അതപ്പോൾ A സ്ക്വയർ ആവും അല്ലേ? അപ്പോൾ A മൈനസ് A പ്ലസ് B എന്താണെന്ന് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു A സ്ക്വയർ മൈനസ് 4AA പ്ലസ് 2A സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡുള്ള ടേംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരുവാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ A മൈനസ് A മൈനസ് ഓഫ് A പ്ലസ് B
ഈക്വൽ ടു ഇപ്പുറത്തെ ടേംസ് കൂടെ കൊണ്ടുവരുവാണെങ്കിൽ മൈനസ് എ സ്ക്വയർ പ്ലസ് 4 ടൈംസ് എ എ അല്ലേ ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ ആണല്ലോ? ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇവിടെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഈ ടൈം മാറ്റാം. അപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് 4a പ്ലസ് 2a സ്ക്വയർ അല്ലേ, ഇത് റൈറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ മൈനസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ ഈക്വൽ ടു 0 ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇതുണ്ട് ഈ രണ്ട് ടൈം നമുക്ക് എ കോമൺ എടുക്കാം. സോ എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു എന്ത് വരും? 4a പ്ലസ് 1 വരും. ശരിയല്ലേ? 4a പ്ലസ് 1 പ്ലസ് 2a സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് വരിക അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എ കോസ് ഒമേഗ ടി എന്നുള്ള രീതിയിലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ വന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ടി ഈക്വൽ ടു 0-ൽ പാർട്ടിക്കിൾ എക്സ്ട്രീം പോയിന്റിലായിരുന്നു, അവിടെ വെലോസിറ്റി 0 ആണ്. ആൻഡ് ടി ഈക്വൽ ടു 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ട്രാവൽ ഡിസ്റ്റൻസ് എ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് എ മൈനസ് എ ആണ് ടി ഈക്വൽ ടു 1 സെക്കൻഡിൽ. അപ്പോൾ x1ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും ടി ഈക്വൽ ടു 1 സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എ കോസ് ഒമേഗ എന്നൊരു ടേമാണ് നമുക്ക് വരിക അല്ലേ? എ കോസ് ഒമേഗ ഇസ് ഈക്വൽ ടു എ മൈനസ് എ വരും. അപ്പോൾ അതിൽ നിന്ന് കോസ് ഒമേഗയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? കോസ് ഒമേഗ ഇസ് ഈക്വൽ ടു എ മൈനസ് എ ഡിവൈഡഡ് ബൈ എ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ബി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ട്രാവൽ ചെയ്ത് വന്ന ഡിസ്റ്റൻസ് എ പ്ലസ് ബി ആണ് 2 സെക്കൻഡ്സ് കൊണ്ട്. അപ്പോൾ 2 സെക്കൻഡ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് എന്താണ്? എ മൈനസ് എ പ്ലസ് ബി ആണ് നമുക്ക് വരിക അല്ലേ? അപ്പോൾ അത് എക്സ് ഈക്വൽ ടു 2 ടി ഈക്വൽ ടു 2 നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റുൻ്റെ വാല്യൂ എന്ത് കിട്ടും? എ കോസ് 2 ഒമേഗ കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ എ മൈനസ് എ പ്ലസ് ബി ആണ് വരിക. അപ്പോൾ കോസ് 2 ഒമേഗയുടെ വാല്യൂ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്ത് കിട്ടും? കോസ് 2 ഒമേഗയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ നമുക്ക് എ കോസ് 2 ഒമേഗയാണ് എ മൈനസ് എ പ്ലസ് ബി. അപ്പോൾ കോസ് 2 ഒമേഗ ഇസ് എ മൈനസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി കോസ് 2 ഒമേഗ നമ്മൾ എങ്ങനെ എഴുതുന്നു? കോസ് 2 ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് 2 കോസ് സ്ക്വയർ ഒമേഗ മൈനസ് 1 അല്ലേ? കോസ് 2 തീറ്റ നമുക്ക് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1 പ്ലസ് കോസ് 2 തീറ്റ ഇസ് 2 കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളിനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കോസ് 2 ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം എ മൈനസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ, ദറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എ മൈനസ് എയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എയുടെ സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വരിക. അപ്പോൾ അതിന് നമുക്കിത് സോൾവ് ചെയ്യുവാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ എ മൈനസ് എ പ്ലസ് ബി ബൈ എ ഈസ് ഈക്വൽ ടു നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുവാണ്. സോ ഇറ്റ് ഈസ് 2 ടൈംസ് എ സ്ക്വയർ മൈനസ് 2a പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ആൻഡ് നമ്മളത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് 2a സ്ക്വയർ മൈനസ് 4a പ്ലസ് 2a സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 2a സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമ്മൾ എ സ്ക്വയർ ആയിട്ട് എടുത്തു. മൈനസ് 4a പ്ലസ് 2a സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് താഴെ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ മിസ്സായിട്ടുണ്ട്. ഇവിടെ ഡിവൈഡഡ് ബൈ ഒരു എ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു നമുക്ക് എ സ്ക്വയർ മൈനസ് 4a പ്ലസ് 2a സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരില്ല എന്തായാലും. അപ്പോൾ നമുക്ക് എ സ്ക്വയർ രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എ മൈനസ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് 4a പ്ലസ് 2a സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ വേണ്ട ഇതിനെ ഈ 4a നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അല്ലേ? 4a ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 3a എന്ന് വരും. ശരിയല്ലേ? 3a മൈനസ് എ ബി ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് എ നമുക്ക് കോമൺ എടുക്കാം. എ കോമൺ എടുത്തു കഴിഞ്ഞാൽ 3a മൈനസ് ബി ഇസ് ഈക്വൽ ടു
2a² നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് കിട്ടും? ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 2a² ഡിവൈഡഡ് ബൈ 3a മൈനസ് ബി എന്ന് കിട്ടും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 2a² ഡിവൈഡഡ് ബൈ 3a മൈനസ് ബി. ഓക്കെ, അപ്പോൾ നേരത്തെ ഇവിടെ ഒരു എ മിസ്സായതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താ? ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. 2a² ഡിവൈഡഡ് ബൈ 3a മൈനസ് ബി ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുക. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റും ആക്സലറേഷൻ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഡിസ്പ്ലേസ്മെൻറ്റും ആക്സലറേഷനുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ റേഡിയൻ ആണ് അല്ലേ? 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് വരിക. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് വേവ് ഇസ് ഗിവൺ ബൈ y is equal to 3 sin pi by 2 into 50t minus x, where x and y are in meters and t is in seconds. The ratio of maximum particle velocity to the wave velocity is. അപ്പോൾ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റിയുടെയും വേവ് വെലോസിറ്റിയുടെയും റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട ഒരു വേവ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. a sin kx minus omega t എന്നുള്ള രീതിയിലുള്ള ഒരു വേവ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ വേവിൽ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റിയും വേവ് വെലോസിറ്റിയും നമ്മളെ റേഷ്യോ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വേവ് മോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ y കൊണ്ട് ഉദ്ദേശിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ വേവ് പോകുന്ന ഡയറക്ഷനിലെ മീഡിയത്തിലെ ഒരു പോയിൻ്റ് ആണ് അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ വേവ് പോകുന്ന ഡയറക്ഷനിലെ മീഡിയത്തിലെ ഒരു പോയിൻ്റ് ആണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ ടി എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ് y നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. y എക്സിൻ്റെയും ടൈമിൻ്റെ ഫംഗ്ഷൻ, കാരണം അതൊരു വേവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി. ഇപ്പോൾ പാർട്ടിക്കിൾ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പാർട്ടിക്കിൾ വെലോസിറ്റി ഇസ് ഈക്വൽ ടു dy ബൈ dt ആണ്, ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ഡോ y ബൈ ഡോ ടി ആണ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ടൈം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, എന്താ പറയുക dy ബൈ dt നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു വാല്യൂവിൽ dy ബൈ dt ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പം അതിൻ്റെ വാല്യൂ നമുക്കറിയാം ഓസിലേറ്ററി മോഷൻ ആണല്ലോ അല്ലേ? അപ്പോൾ എക്സിൽ ഒരു പോയിന്റ് നിങ്ങൾ എടുത്താൽ ആ പോയിന്റിലെ പാർട്ടിക്കിൾ നടത്തുന്ന മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ആണല്ലോ, ഓസിലേറ്ററി മോഷനാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ആണ്. അപ്പോൾ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി ഫംഗ്ഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ ഒമേഗയാണ്. മാക്സിമം വേവ് വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എ ഒമേഗയാണ്. ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി ആണ് എ ഒമേഗ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേവ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വേവിൻ്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം ഒമേഗ ഡിവൈഡഡ് ബൈ കെ ആണ്, വെർ കെ ഇസ് എ വേവ് നമ്പർ അല്ലേ? കെ എന്ന് പറയുന്ന വേവ് നമ്പറാണ്. അപ്പോൾ അതാണ് നിങ്ങളിവിടെ നോക്കി, ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഏത് ഫോമിലോട്ട് എഴുതാം? y ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നുള്ള ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പൈ ബൈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കാരണം ഈ ഫോമിലോട്ട് നമുക്ക് മാറ്റി എഴുതണമെങ്കിൽ. അപ്പോൾ ഒമേഗ എന്താണെന്ന് കിട്ടും? ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ടൈംസ് 50 വരും അല്ലേ? അതായത് 25 പൈ റേഡിയൻ പെർ സെക്കൻഡ് ആണ് വരിക. ആൻഡ് കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 എന്നാണ് നമുക്ക് വരിക, ശരിയല്ലേ? കെ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 മീറ്റർ ഇൻവേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒമേഗയും കെയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് വേവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി, അതായത് വി പിയുടെ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ വേവിൻ്റെ വെലോസിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ബൈ കെ വരും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു കെ എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ 3 ആണ് അല്ലേ? അപ്പോൾ 3 ടൈംസ് കെയുടെ വാല്യൂ പൈ ബൈ 2 ആണ്. സോ വിൽ ഗെറ്റ് 3 പൈ ബൈ 2 വരും. ഓക്കെ, ആൻസർ ഈസ് 3 പൈ ബൈ 2. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. ഓക്കെ, 2 ഇസ് ദ റൈറ്റ് ആൻസർ. But the question number 8. Okay. A particle starts simple harmonic motion from the mean position. Its amplitude is a and time period is t. What is the displacement when the speed is half its maximum speed? അപ്പോൾ ഒരു പാർട്ടിക്കിൾ മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം മീൻ പൊസിഷനാണ്.
ആൻഡ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ആണെന്നും ടൈം പീരീഡ് ടി ആണെന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെൻ ഇറ്റ് സ്പീഡ് ഈസ് ഹാഫ് ഇറ്റ്സ് മാക്സിമം സ്പീഡ്? അപ്പോൾ മാക്സിമം സ്പീഡ് കിട്ടുന്നത് എവിടെ? മീൻ പൊസിഷനിലാണ് അല്ലേ. വെലോസിറ്റി മാക്സിമം എവിടെയാണ്? മീൻ പൊസിഷനിലാണ്. ആ മാക്സിമം സ്പീഡിൻ്റെ പകുതി സ്പീഡ് കിട്ടുന്നത് ഏത് ഡിസ്പ്ലേസ്മെൻറ്റിലാണെന്നാണ് ചോദ്യം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ. വി ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ്റെ ഷേപ്പ് എന്താണ്, അല്ലെങ്കിൽ ഗ്രാഫ് എന്താണ്? അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അല്ലേ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്താണ് വരുന്നത്? എല്ലിപ്സ് ആണ് വരുന്നത്, ശരിയല്ലേ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലിപ്സ് ആണ്. കാരണം നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലോട്ടാണ് നിങ്ങൾ എത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് എ ഒമേഗയാണ് മാക്സിമം വെലോസിറ്റി അല്ലേ. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എ ഒമേഗ ബൈ 2 ആയിരിക്കണം. കാരണം മാക്സിമം വെലോസിറ്റി എ ഒമേഗയാണ്. ദാറ്റ് ഹാപ്പൻസ് വെൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എയിൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ മാക്സിമം വെലോസിറ്റി എ ഒമേഗ, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എ ഒമേഗ ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഒമേഗ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. സ്ക്വയർ ചെയ്യുവാണെങ്കിൽ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു √3 ടൈംസ് എ ബൈ 2 ആണ് വരിക. ഓക്കെ, √3 ടൈംസ് എ ബൈ 2. അപ്പോൾ എക്സ് സ്ക്വയർ 3 എ സ്ക്വയർ ബൈ 4 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? √3 ടൈംസ് എ ബൈ 2 ആണ് വരിക. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ 2, √3 ടൈംസ് എ ബൈ 2 വരും. അല്ലാതെ ചിന്തിക്കരുത് വെലോസിറ്റി പകുതിയാകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് പകുതിയാകുമ്പോഴാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അങ്ങനെയല്ല. കാരണം വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലൊരു ലീനിയർ റിലേഷൻ അല്ല വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അല്ല വരുന്നത് അവിടെ. അപ്പോൾ തന്നെ ക്വസ്റ്റൻ നമ്പർ 9 നോക്കുക. ക്വസ്റ്റൻ നമ്പർ 9 പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇറ്റ്സ് മാക്സിമം ആക്സിലറേഷൻ ഇസ് ആൽഫ ആൻഡ് മാക്സിമം വെലോസിറ്റി ഇസ് ബീറ്റ. ദെൻ ഇസ് ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ വിൽ ബി. ഇവിടെ ടൈം പീരീഡും ചോദിക്കാം, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷനും ചോദിക്കാം. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് കണ്ടുപിടിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ ആണ്. ഓക്കെ, മാക്സിമം ആക്സിലറേഷൻ ആൽഫയാണെന്നും മാക്സിമം വെലോസിറ്റി ബീറ്റയാണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൂട്ടത്തിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാം? മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല എന്താ? മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എ ഒമേഗയാണ് അല്ലേ. എ ഒമേഗയുടെ വാല്യൂ അപ്പോൾ ബീറ്റയാണ് നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ. എ ഒമേഗ ഇസ് ബീറ്റ. ആൻഡ് മാക്സിമം ആക്സിലറേഷൻ എത്രയാണ്? ആൽഫയാണ് അല്ലേ. മാക്സിമം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. ആൻഡ് മാക്സിമം ആക്സിലറേഷൻ എ ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. അതിൻ്റെ വാല്യൂ ആൽഫയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം പീരീഡ് കിട്ടാൻ ഒമേഗ കിട്ടിയാൽ മതിയല്ലോ. ടൈം പീരീഡ് 2π ബൈ ഒമേഗയാണ് അല്ലേ. അപ്പോൾ ഒമേഗ കിട്ടിയാൽ ടൈം പീരീഡ് ആവും. അപ്പോൾ ഒമേഗ കിട്ടാനായിട്ട് ഈ രണ്ട് ഇക്വേഷനുകൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതിയാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്താൽ എ ക്യാൻസൽ ആവും. ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് വരും, ശരിയല്ലേ. ഒമേഗ ഇസ് ആൽഫ ബൈ ബീറ്റ. അപ്പോൾ ടൈം പീരീഡ് എന്തായിരിക്കും? ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗയാണ്. സോ ഇറ്റ് ഇസ് 2π ഡിവൈഡഡ് ബൈ ആൽഫ ബൈ ബീറ്റ എന്ന് വരും. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 2π ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് കിട്ടും. ഓക്കെ, 2π ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ. ആൻസർ ഇസ് ഓപ്ഷൻ 3. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് കിട്ടി. ഇനി ടൈം പീരീഡ് കിട്ടിയാൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡും കൂടെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഒമേഗയുടെ വാല്യൂ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും അല്ലേ. അപ്പോൾ ഒമേഗയുടെ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ഒമേഗ ഈക്വൽ ടു ബീറ്റയാണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? എ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് വരും. അതിൽ നിന്ന് എ എന്താണെന്ന് കിട്ടും? ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫയാന്ന് വരും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. The displacement time graph of a particle undergoing simple harmonic motion is shown below. Okay. The acceleration of the particle at t equal to 4/3 seconds is. T equal to 4/3 seconds acceleration എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും ഇപ്പോൾ രണ്ടിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള അസ്യൂം ചെയ്യണം. എന്നിട്ട് വേണം അതിൻ്റെ ആക്സിലറേഷനിലോട്ട് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ നോക്കിയാൽ സൈൻ്റെ ഗ്രാഫ് അല്ലേ, കാരണം x ഈക്വൽ ടു 0-ൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, സ്റ്റാർട്ടിങ് ഫ്രം മീൻ പൊസിഷനാണ്, അവിടുന്ന് പോസിറ്റീവ് എക്സ്ട്രീം പോയിന്റിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എന്താ അല്ലേ, ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാം ഡിസ്പ്ലേസ്മെൻറ്റിന് ഇക്വേഷൻ വരുന്നത് a sin ഒമേഗ ടി എന്നാണ് നമുക്കറിയാം, a sin ഒമേഗ ടി അല്ലേ. അപ്പോൾ എക്സ് സെൻറ്റിമീറ്ററിലാണ്, ടി സെക്കൻഡ്സിലാണ്. ആൻഡ് എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എന്ത് വരും, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻസ് 1 സെക്കൻഡ് ആണ് അല്ലേ. ആംപ്ലിറ്റ്യൂഡ് 1 സെൻറ്റിമീറ്റർ ആണ്, ആംപ്ലിറ്റ്യൂഡ് ഇസ് 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒമേഗ വേണം. ഒമേഗ എങ്ങനെ കിട്ടും, നിങ്ങൾ നോക്കിയാൽ ടൈം പീരീഡ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ടൈം പീരീഡ് എത്ര വരുന്നത്, ഒരു ഫുൾ സൈക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. ഫേസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈമാണ് നമ്മൾ ടൈം പീരീഡ് ആയിട്ട് പറയുക. അപ്പോൾ x ഈക്വൽ ടു 0-ലെ ഫേസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന x ഈക്വൽ ടു 8 സെക്കൻഡ്സിലാണ്, 4-ലാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം x ഈക്വൽ ടു 0-ൽ നിങ്ങൾ നോക്കിയാൽ മതി പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മേളിലേക്കാണ് ആണല്ലോ. അപ്പോൾ അത് 4-ലെത്തുമ്പോൾ അത് താഴേക്കാവുന്നുണ്ട്, 8-ലെത്തുമ്പോഴാണ് വീണ്ടും അത് മേളിലേക്കാവുന്നത്. അതുകൊണ്ട് ഫേസ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 8 സെക്കൻഡ്സ് ആണ്, അതാണ് നമ്മുടെ ടൈം പീരീഡ് വരിക. അപ്പോൾ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 8 സെക്കൻഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഒമേഗ എന്തായിരിക്കും, ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടി ആണ്, അല്ലെങ്കിൽ 2π ഡിവൈഡഡ് ബൈ 8 സെക്കൻഡ്സ് വരും. സോ ഇറ്റ് ഇസ് π/4 റേഡിയൻ പെർ സെക്കൻഡ് ആണ് വരിക, π/4 റേഡിയൻ പെർ സെക്കൻഡ് വരും, ആണ് ഒമേഗയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരും, ഫംഗ്ഷൻ ഇസ് x ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സൈൻ π/4 റേഡിയൻ പെർ സെക്കൻഡ് ഇൻറ്റു ടി എന്ന് വരും, സൈൻ πt/4 വരും അല്ലേ. അപ്പോൾ x ഇസ് ഈക്വൽ ടു 1 സൈൻ πt ഡിവൈഡഡ് ബൈ 4 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് t ഈക്വൽ ടു 4/3 സെക്കൻഡ്സിലെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പോൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു -ω² ഇൻറ്റു എക്സ് ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ആക്സിലറേഷൻ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടൈം തന്നിരിക്കുന്നത് 4/3 സെക്കൻഡ്സ് ആണ്. അപ്പോൾ t ഈക്വൽ ടു 4/3 സെക്കൻഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും എന്നുള്ള കണ്ടുപിടിക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 1 സൈൻ π/4 ഇൻറ്റു 4/3 വരും അല്ലേ, π/4 ഇൻറ്റു 4/3. അപ്പോൾ സൈൻ π/3 എന്ന് പറയുമ്പോൾ √3/2 ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √3/2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ വരുന്നത് അല്ലേ. ആൻഡ് ഒമേഗ നമുക്കറിയാം π/4 ആണ്. സോ ആക്സിലറേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് -π/4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു √3/2 വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -π² ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു √3/2 വരും. അപ്പോൾ എന്ത് കിട്ടി, -√3π² ഡിവൈഡഡ് ബൈ 32 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ 2 സെക്കൻഡ്സ് നമുക്ക് വരിക. സോ ആൻസർ ഓപ്ഷൻ 4 വരും. ഓക്കെ, നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഒന്നും അല്ല കേട്ടോ, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. 4/3 സെക്കൻഡ്സിൽ ആക്സിലറേഷൻ ആണ്, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആക്സിലറേഷൻ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആ ഫേസോടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വെൻ ദ പാർട്ടിക്കിൾ ഇസ് ഹാഫ് വേ ടു ഇറ്റ്സ് എൻഡ് പോയിന്റ് ഈസ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു u0 പ്ലസ്, അല്ലെങ്കിൽ മീൻ പൊസിഷനിലെ നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ½ നമുക്ക് എഴുതാമല്ലോ അല്ലേ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ എന്ന് എഴുതാം, പ്രൊവൈഡഡ് മീൻ പൊസിഷൻ നമ്മൾ 0 പൊട്ടൻഷ്യൽ എനർജിയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, അതാണ് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ ടോട്ടൽ എനർജി വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി നോക്കുവാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്നത് മീൻ പൊസിഷനിലാണ്. ആ മിനിമം വാല്യൂ നമ്മളിവിടെ 0 ആയിട്ട് എടുത്തിരിക്കുന്നത്, 0 ആണെന്ന് നിർബന്ധമൊന്നുമില്ല, അപ്പോൾ നമ്മൾ 0 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്ന എക്സ്ട്രീം പോയിന്റിലാണ്. അതുപോലെ കൈനറ്റിക് എനർജി നോക്കിയാൽ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത് മീൻ പൊസിഷനിലും 0 ആകുന്ന എക്സ്ട്രീം പോയിന്റിലുമാണ്. അപ്പോൾ ടോട്ടൽ എനർജി എപ്പോഴും സിമ്പിൾ ഹാർമോണിക് മോഷനിൽ കൺസേർവ്ഡ് ആണ്, ഒന്ന് എത്ര കൂടുന്നു അത്രയും മറ്റേത് കുറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏത് പോയിന്റ് എടുത്താലും കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഒരു കോൺസ്റ്റന്റ് ടൈം ആണ്. ആൻഡ് ദ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ½ പ്രൊവൈഡഡ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ മീൻ പൊസിഷൻ ഇസ് 0. ഓക്കെ, അപ്പം മാക്സിമം എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്, മാക്സിമം എനർജി ഇസ് ഈക്വൽ ടു ½ ആണ്.
മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആണെങ്കിൽ മാക്സിമം എനർജി എന്ന് പറയുന്നത് എന്താ അറിയാം, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ എ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക അല്ലേ, ഹാഫ് കെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെൻ ദ പാർട്ടിക്കിൾ ഇസ് ഹാഫ് വേ ടു ഇറ്റ്സ് എൻഡ് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ്ട്രീം പോയിന്റിൽ പോകുന്ന വഴിക്ക് പകുതിയുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാഫ് വേ ടു ഇറ്റ്സ് എൻഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും, എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a/2 വരും, ശരിയല്ലേ. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a/2 ആണ് നമുക്ക് വരിക. അപ്പോൾ a/2 ഡിസ്പ്ലേസ്മെൻറ്റിൽ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നാണ് ചോദ്യം. സോ u ഇസ് ഈക്വൽ ടു എന്ത് വരും, ഹാഫ് കെ ഇൻറ്റു a/2ൻ്റെ സ്ക്വയർ വരും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 വരും, ശരിയല്ലേ. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/4 ടൈംസ് ഹാഫ് കെ a സ്ക്വയർ ആൻഡ് ഹാഫ് കെ സ്ക്വയർ ഇസ് ദ ടോട്ടൽ എനർജി. സോ വിൽ ഗെറ്റ് E ഡിവൈഡഡ് ബൈ 4 എന്ന് വരും അല്ലേ. അപ്പോൾ 1/4 ഓഫ് ദി ടോട്ടൽ എനർജിയാണ് വരിക. ആൻസർ ഇസ് ഓപ്ഷൻ 4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. A linear harmonic oscillator of force constant 2 × 10⁶ Newton per meter and amplitude 0.01 meter has a total mechanical energy of 160 joule. Its maximum kinetic energy is. അപ്പോൾ ഒരു ലീനിയർ ഓസിലേറ്റർ ഉണ്ട്, അതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കെ നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി 160 ജൂളാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി എത്ര എന്നാണ് ചോദ്യം. ഇവിടെ ചാർട്ടിൽ കയറി മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മാക്സിമം കൈനറ്റിക് എനർജി എന്ന് എഴുതരുത്, അതെപ്പോഴും അങ്ങനെ ആവണം നിർബന്ധമില്ല. ഓക്കെ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി മാക്സിമം കൈനറ്റിക് എനർജിയും സെയിം ആവുന്നത് എപ്പോൾ മാത്രമാണ്, മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, നമുക്ക് മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി 0 അല്ല, പകരം വേറെ ഏതെങ്കിലും വാല്യൂ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫംഗ്ഷൻ വരുന്നത് മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് u0 എന്ന് വിളിക്കാം, പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ്. എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് y ആക്സിസിൽ ഒരല്പം ഷിഫ്റ്റ് ചെയ്യും മേളിലോട്ട്. ആ ലോവസ്റ്റ് പോയിന്റ് വരുന്ന മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി u0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ വരിക. ഈ u0 0 ആയിട്ട് എടുത്തെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടുന്നത്. ഓക്കെ, അത് u0 0 ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്വസ്റ്റ്യനിലെ റെഫറൻസ് വാല്യൂ പൊട്ടൻഷ്യൽ എനർജി ചിലപ്പോൾ non-zero വാല്യൂ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. ആൻഡ് കൈനറ്റിക് എനർജിയുടെ വാല്യൂയിൽ വ്യത്യാസമൊന്നുമില്ല. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇതാണ് കൈനറ്റിക് എനർജിയുടെ വാല്യൂ വരുന്നത്, ഹാഫ് കെ ഇൻറ്റു a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാക്സിമം കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്കിയേ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ എന്താ വരുന്നത്, പൊട്ടൻഷ്യൽ എനർജിയുടെ മിനിമം വാല്യൂ x ഈക്വൽ ടു 0 മീൻ പൊസിഷനിലാണ് നമുക്ക് വരിക. അപ്പോൾ അത് u0 ഈക്വൽ ആണ് അല്ലേ. ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ എന്ത് വരും, പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ വരുന്നത് u0 പ്ലസ് എക്സ്ട്രീം പോയിന്റിലാണ്, ഹാഫ് കെ a സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ വരുന്നത്. അതുപോലെ കൈനറ്റിക് എനർജിയുടെ മിനിമം വാല്യൂ നിങ്ങൾ നോക്കിയാൽ കൈനറ്റിക് എനർജിയുടെ മിനിമം വാല്യൂ 0 ആണ്, അത് എക്സ്ട്രീം പോയിന്റിലാണ്. ആൻഡ് കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ കിട്ടുന്ന x 0 മീൻ പൊസിഷനിലാണ്. സോ മാക്സിമം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് കെ a സ്ക്വയർ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഏതൊരു പോയിന്റിലും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സം ആണ് ടോട്ടൽ എനർജി വരുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു u പ്ലസ് കെ ആണ്. അപ്പോൾ u പ്ലസ് കെ നമ്മൾ എടുത്താൽ u0 പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ ഇൻറ്റു a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വിൽ ഗെറ്റ് u0 പ്ലസ് ഹാഫ് കെ a സ്ക്വയർ എന്ന് വരും, u0 പ്ലസ് ഹാഫ് കെ a സ്ക്വയർ. അപ്പം മാക്സിമം എനർജി അല്ലെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ a സ്ക്വയർ അല്ല, ഹാഫ് കെ a സ്ക്വയർ പ്ലസ് u0. അപ്പം മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ എനർജി ഈക്വൽ ടു ഹാഫ് കെ a സ്ക്വയർ എന്ന് കിട്ടുകയുള്ളൂ. മീൻ പൊസിഷനിൽ ഒരു എനർജി ഉണ്ട്, ഒരു non-zero എനർജി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ u0 പ്ലസ് ഹാഫ് കെ a സ്ക്വയർ എന്നാണ് നമുക്ക് ഉത്തരം വരിക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങളോട് നോക്കിയേ, ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി എത്ര തന്നിട്ടുണ്ട്, 160 ജൂളാന്ന് തന്നിട്ടുണ്ട്, നമുക്ക് കെ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഹാഫ് കെ സ്ക്വയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹാഫ് കെ സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് വരും, ഹാഫ് ഇൻറ്റു കെയുടെ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര ആണ്, കെയുടെ വാല്യൂ 2 × 10⁶ ആണ് അല്ലേ. 2 × 10⁶ വരും ഇൻറ്റു ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 10⁻² മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻⁴ വരും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 100 ജൂൾ എന്ന് കിട്ടി, 100 ജൂൾ ഹാഫ് കെ സ്ക്വയർ. എന്നാൽ ടോട്ടൽ എനർജി എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ എനർജി ഈസ്
160 ജൂൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് കണ്ടോ? അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ കെ മാക്സ് പറഞ്ഞാൽ ഹാഫ് കെ സ്ക്വയർ ആണ്, അതിൻ്റെ വാല്യൂ ആണ് 100 ജൂൾ അല്ലേ. അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജിയുടെ വാല്യൂ 100 ജൂൾ ആണ്, അപ്പം ടോട്ടൽ എനർജി 160 ജൂളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ U0 പ്ലസ് ഹാഫ് കെ സ്ക്വയർ അല്ലേ. അപ്പോൾ U0 പ്ലസ് ഹാഫ് കെ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് 160 ജൂൾ അല്ലേ. അപ്പോൾ U0യുടെ വാല്യൂ എന്താണ്? 160 മൈനസ് ഹാഫ് കെ സ്ക്വയറിൻ്റെ വാല്യൂ എത്ര? 100 ആണ്. അപ്പോൾ 60 ജൂൾ എന്ന് വരും. അപ്പോൾ നോക്കിയാൽ മെയിൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ 0 അല്ല, കാരണം അങ്ങനെ ആവേണ്ട യാതൊരു നിർബന്ധവും ഇല്ല. കാരണം പൊട്ടൻഷ്യൽ റെഫറൻസ് പോയിന്റ് എത്ര വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ക്വസ്റ്റിനിൽ തന്നെ റെഫറൻസ് പോയിന്റ് അവർ 60 ജൂളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, മാക്സിമം കൈനറ്റിക് എനർജിയും മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയും സെയിം അല്ല എല്ലായ്പ്പോഴും. ഓക്കെ, നിങ്ങൾ നോക്കുക, യു മാക്സും കെ മാക്സും ഈക്വൽ ആകണമെങ്കിൽ മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കണം? 0 ആയിരിക്കണം. മീൻ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹാഫ് കെ സ്ക്വയർ കിട്ടുള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്, ബട്ട് ഇറ്റ് മേ നോട്ട് ബി ഈക്വൽ ടു ദ മാക്സിമം കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ടോട്ടൽ എനർജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ ആയിട്ടാണ് നമ്മൾ എടുക്കുക, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി, മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി പ്രൊവൈഡഡ് ദ മിനിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി 0. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് മാക്സിമം കൈനറ്റിക് എനർജി വരുന്ന എത്രയാണ്? 100 ജൂൾ ആണ് കേട്ടോ. മാക്സിമം കൈനറ്റിക് എനർജി ഇസ് 100 ജൂൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്, 160 ജൂൾ അല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. Question number 13 നോക്കുക. For a simple pendulum, a graph is plotted between the kinetic energy and potential energy against the displacement d. Which one of the following represents this correctly? Graphs are schematic and not drawn to scale. Okay. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ ഗ്രാഫ് ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ഗ്രാഫാണല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എക്സ്പ്രഷനുകൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് വരുന്നത്. ആൻഡ് കൈനറ്റിക് എനർജി ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ രണ്ടും ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ രണ്ടും പരാബോളയാണ്. അപ്പോൾ ഇത് ഒരു പരാബോള, ഇതൊരു ഇൻവേർട്ടഡ് പരാബോളയായിട്ടാണ് നമുക്ക് വരിക അല്ലേ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആൻസർ ഏത് വരും? കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, okay, so let's continue. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. A mass falls from a height h and its time of fall t is recorded in terms of the time period t of a simple pendulum. On the surface of earth it is found that t is equal to 2t. The entire setup is taken on the surface of another planet whose mass is half of that of the earth and radius the same.
the same experiment is repeated and the corresponding times noted as T dash and capital T dash. So അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ വരുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മൾ ഒരു മാസിൻ്റെ ഫ്രീ ഫോളിൻ്റെ ടൈമിൻ്റെ കാര്യം നമ്മൾ നോക്കുന്നത് അല്ലേ. ഫ്രീ ഫോളിൻ്റെ ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യുവാണ്. അപ്പോൾ ഫ്രീ ഫോളിൻ്റെ ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്ലോക്ക് ഉപയോഗിച്ചിട്ടല്ല, പകരം ഒരു സിമ്പിൾ പെൻഡിൽ ഉപയോഗിച്ചിട്ടാണ്. ഒരു സിമ്പിൾ പെൻഡിലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ടേംസിലാണ് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം പെൻഡിലത്തിൻ്റെ ഓരോ ഓസിലേഷൻ എടുക്കുന്ന ടൈം, അതാണ് അതിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ ആ ടൈം പീരീഡിൻ്റെ ടേംസിലാണ് നമ്മൾ ടൈം ഓഫ് ഫോൾ ഓഫ് ദ ബോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എച്ച് ഹൈറ്റ് മേളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ, ടി ഇസ് ഈക്വൽ ടു √2h/g ആണ് അല്ലേ. √2h/g. അപ്പോൾ നമുക്ക് എർത്തിൻ്റെ സർഫസിലായിരുന്നപ്പോൾ ഉള്ള വാല്യൂ ആണിത്. ഇപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ജി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അന്നേരം നമുക്ക് ആ ടൈം എത്രയാണെന്ന് കിട്ടി, സിമ്പിൾ പെൻഡിലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ 2 ടൈംസ് ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2t എന്നാണ് നമുക്ക് കിട്ടിയത്. വേർ ടി ഈസ് ഈക്വൽ ടു 2π ടൈംസ് √L/g ആണ്. ഓക്കെ, വേർ ടി ഈസ് ഈക്വൽ ടു 2π ടൈംസ് √L/g എന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് ഇതേ എൻറ്റയർ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ എർത്തിൽ നിന്ന് മാറി വേറൊരു ഇമാജിനറി പ്ലാനറ്റിൽ നമ്മൾ ചെയ്യുവാണ്. ആൻഡ് ആ പ്ലാനറ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മാസിൻ്റെ പകുതിയും എന്നാൽ എർത്തിൻ്റെ അതേ റേഡിയസും ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്താൽ അത് താഴെ എത്താൻ എടുക്കുന്ന സമയം സെയിം ഹൈറ്റിൽ നിന്ന് തന്നെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. കാരണം സെയിം എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേ ഹൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സമയം ഡിഫറെൻ്റ് ആയിരിക്കും, ടൈം ഓഫ് ഫോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിയാൽ അവിടുത്തെ സിമ്പിൾ പെൻഡിലത്തിൻ്റെ ടൈം പീരീഡും ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജി ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവിടെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എർത്തിലെ ടൈം പീരീഡ് ഓഫ് ദ പെൻഡിലം ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ആ പ്ലാനറ്റിൽ ടൈം പീരീഡ് ഓഫ് ദ പെൻഡിലുമായിട്ട് വരുന്നത്. ടൈം പീരീഡിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആ ചേഞ്ച് എങ്ങനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആ ജിയുടെ ഡിപ്പെൻഡൻസ് വെച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ഒരു പക്ഷേ. എങ്ങനെ നമുക്ക് നോക്കാം. അപ്പം പുതിയ പ്ലാനറ്റിലെ ജിയെ നമുക്ക് ജി ഡാഷ് വിളിക്കാം അല്ലേ. അപ്പോൾ ജി ഡാഷിൻ്റെ വാല്യൂ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ടൈംസ് മാസ് എർത്തിൻ്റെ മാസിൻ്റെ പകുതിയേ ഉള്ളൂ ഡിവൈഡഡ് ബൈ r² അല്ലേ. gm/r² ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. അപ്പോൾ റേഡിയസിന് മാറ്റമൊന്നുമില്ല. സോ ദിസ് ഇസ് 1/2 ടൈംസ് gm/r² ആണ്. gm/r² എന്ന് പറഞ്ഞാൽ എർത്തിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ എവിടെയുള്ളൂ, ആ ഒരു പ്ലാനറ്റിലുള്ളൂ. എർത്തിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പകുതിയാണ് ആ പ്ലാനറ്റിലുള്ളത്. അതുകൊണ്ട് ആ പ്ലാനറ്റിൽ വെച്ച് സെയിം ഹൈറ്റിൽ നിങ്ങളൊരു പാർട്ടിക്കിളിനെ ഡ്രോപ്പ് ചെയ്താൽ അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു √2h ഡിവൈഡഡ് ബൈ ജി ഡാഷ് ആയിരിക്കും വരുന്നത്. ആൻഡ് ജി ഡാഷിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ √2h ഡിവൈഡഡ് ബൈ g/2 എന്ന് വരും. ശരിയല്ലേ. സോ ഇറ്റ് ഈസ് √2 ടൈംസ് 2h/g വരും. അപ്പോൾ 2 ടൈംസ് 2h/g എന്ന് പറയുമ്പോഴത്തേക്കിനും അത് എത്രയായി, ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ടൈംസ് ദ ടൈം പീരീഡ് ആയി അല്ലേ. √2 ടൈംസ് ദ ടൈം ടേക്കൺ ടു ഫോൾ ഓൺ ദി എർത്ത് ആണ്. അപ്പോൾ എർത്തിൽ താഴേക്ക് വീഴാൻ എടുക്കുന്ന ടൈമിൻ്റെ √2 ടൈംസ് ആണ് പുതിയ പ്ലാനറ്റിൽ ആ ഒബ്ജക്റ്റിന് താഴെ വീഴാൻ എടുക്കുന്ന സമയം, സെയിം ഹൈറ്റിൽ നിന്ന് തന്നെ. ഇനി അവിടെ ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം എന്തായിരിക്കും വരിക, ടി ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ടൈംസ് √L/g ഡാഷ് ആയിരിക്കും അല്ലേ. ഇവിടെ നമ്മൾ ജി ഡാഷിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ടൈംസ് √L ഡിവൈഡഡ് ബൈ g/2 വരും. സോ ഇറ്റ് ഈസ് 2π ടൈംസ് √L/g L into 2 divided by g എന്ന് വരും. സോ ഇറ്റ് ഈസ് √2 ടൈംസ് 2π ടൈംസ് √L/g എന്ന് പറഞ്ഞാൽ എന്താ, ടൈം പീരീഡ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആണ് വരിക. √2 ടൈംസ് ടി ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മളിനി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടി ഡാഷും ക്യാപിറ്റൽ ടി ഡാഷും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ടി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ടൈംസ് ടി ആണെന്ന് കിട്ടി. ഇനി ടി എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് അറിയാമായിരുന്നു, ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടി ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടി ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ √2 ടൈംസ് 2 ടൈംസ് ടി വരും കേട്ടോ. √2 ടൈംസ് 2 ടൈംസ് ടി വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ടി ഡാഷിൻ്റെ വാല്യൂ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ടി ഡാഷ് ഇസ് ഈക്വൽ ടു √2 ടൈംസ് ടി ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ √2 ടൈംസ് ടിക്ക് പകരം നമുക്ക് ടി ഡാഷിന് കൊടുക്കാമല്ലോ. അപ്പോൾ ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ടി ഡാഷ് നമുക്ക് കിട്ടും. ശരിയല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാലും എത്ര തന്നെയാണ് കാണിക്കുന്നത്, സെയിം ഇത് തന്നെയാണ് കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ ടൈം പീരീഡിൻ്റെ 2 ടൈംസ് ആയിട്ട് തന്നെയാണ് അന്നേരം നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ എർത്തിലെ ടൈം പീരീഡ് അല്ല അവിടുത്തെ ടൈം പീരീഡ്. അതുകൊണ്ട് സെക്കൻഡ്സിൻ്റെ ടേംസിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമും എർത്തിൽ കിട്ടുന്ന ടൈമും രണ്ടായിരിക്കും. പക്ഷേ ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലത്തിൻ്റെ ടേംസിൽ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ
രണ്ടിടത്തും കിട്ടുന്നത് 2 times ടൈം പീരീഡ് എന്നുള്ള രീതിയിലായിരിക്കും വരിക. പക്ഷേ ടൈം പീരീഡ്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി ക്വസ്റ്റൻ നമ്പർ 15 നോക്കാം. ക്വസ്റ്റൻ നമ്പർ 15. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. A particle is executing SHM along a straight line. Its velocities at distances x1 and x2 from the mean position are v1 and v2 respectively. Its time period is. അപ്പോൾ ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് രണ്ട് പൊസിഷൻസ് തന്നിട്ടുണ്ട്, രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, x1ഉം x2ഉം. ആ ഡിസ്പ്ലേസ്മെൻറ്റുകളിലെ വെലോസിറ്റീസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, v1 ആൻഡ് v2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം x1ൻ്റെ x2ൻ്റെയും v1ൻ്റെയും v2ൻ്റെയും ടേംസിൽ നിങ്ങൾ ടൈം പീരീഡ് എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ടൈം പീരീഡ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ x1ലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്, v1 ആണല്ലോ. അപ്പോൾ v1 x1 നമ്മളുടെ റിലേഷൻ എന്താ, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്താ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ ടൈംസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് v1 ഈസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ അതിൽ നിന്ന് v1 സ്ക്വയർ എന്താണെന്ന് കിട്ടും. വേറെ നമ്മുടെ എല്ലാ എക്സ്പ്രഷനകത്തും v1 സ്ക്വയർ വന്നിട്ടുണ്ടല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ a സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു x1 സ്ക്വയർ എന്ന് കിട്ടും. ഇനി x2 ഡിസ്പ്ലേസ്മെൻറ്റിലെ വെലോസിറ്റി ആണ് എന്ത്, v2 അല്ലേ? അപ്പോൾ v2 ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും, v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ a സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു x2 സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇതിന് ഇക്വേഷൻ 1, ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ചെയ്താൽ ഒമേഗ മൊത്തത്തിൽ പോകും. ഒമേഗ പോയാൽ ശരിയാവത്തില്ല. ഒമേഗ കിട്ടിയെങ്കിലേ ടൈം പീരീഡ് കിട്ടുള്ളൂ. 2π ബൈ ഒമേഗ ആണ് ടൈം പീരീഡ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എ ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ഇക്വേഷനകത്ത് നോക്കിയാൽ ഓപ്ഷൻസിൽ ഒരെണ്ണത്തിൽ പോലും എ എന്നൊരു ടൈം ഇല്ല, ആംപ്ലിറ്റ്യൂഡ് എന്നൊരു ടൈം ഇല്ല. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ആംപ്ലിറ്റ്യൂഡാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതാ നോക്കി എല്ലായിടത്തും v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 മൈനസ് 2 ചെയ്യാം. അപ്പോൾ 1 മൈനസ് 2 ചെയ്താൽ എന്ത് കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ a സ്ക്വയർ ക്യാൻസൽ ആവും. പോയിട്ട് മൈനസ് ഒമേഗ സ്ക്വയർ x1 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ x2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ കോമൺ എടുത്താൽ പോയിട്ട് x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് ഒമേഗ സ്ക്വയർ എന്താണെന്ന് വരും, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ വരും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒമേഗ എന്താണെന്ന് കിട്ടും, ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഒമേഗ കിട്ടിയല്ലോ. ഒമേഗ കിട്ടിയാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ഒമേഗ. സോ ഇറ്റ് ഇസ് 2π ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ദിസ് എക്സ്പ്രഷൻ വരും. അപ്പോൾ എന്താ, റൂട്ട് ഓഫ് x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ v1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് ടൈം പീരീഡ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. The time period of a mass suspended from a spring is t. If the spring is cut into 4 equal parts and the same mass is suspended from one of the parts, then the new time period will be. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്തൊരു മാസ് നമ്മൾ സസ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിക്കുക? സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ഓസിലേഷൻ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 2π റൂട്ട് ഓഫ് m/k ആണ് അല്ലേ? where m is a mass attached to the spring and k is a spring constant. ആൻഡ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് സ്പ്രിങ് ലൈറ്റ് സ്പ്രിങ് ആണെന്നാണ്. അതിൻ്റെ ഇറ്റ് ഒബേസ് ഹുക്സ് ലോ അല്ലേ? അപ്പം സ്പ്രിങ്ങിന് മാസ് ഉണ്ടെങ്കിൽ ഫോർമുല വ്യത്യാസം വരും. അപ്പോൾ 2π റൂട്ട് ഓഫ് m/k വരും. അപ്പോൾ ആ സ്പ്രിങ്ങിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു പാർട്ടിൽ അതേ മാസിനെ അറ്റാച്ച് ചെയ്താൽ പുതിയ ടൈം പീരീഡ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ടൈം പീരീഡ് ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം നോക്കിയാൽ 2π റൂട്ട് ഓഫ് m/k ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് അറ്റാച്ച് ടു ദ സ്പ്രിംഗ് ആൻഡ് ദ ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് ദ സ്പ്രിംഗ്. ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗ്രാവിറ്റി ആണ്.
അല്ലേ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗ്രാവിറ്റി. അതുകൊണ്ട് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രാവിറ്റിയെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം. കാരണം സ്പ്രിങ്ങിൽ ഓസിലേഷൻസ് ഉണ്ടാക്കുന്നതിൽ ഗ്രാവിറ്റിയുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ഓക്കെ അല്ലേ? ഗ്രാവിറ്റിക്ക് ഒറ്റ റോളേ ഉള്ളൂ, ഇക്വിലിബ്രിയം പോയിന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങളൊരു മാസിനെ കൊണ്ടുവന്ന് സ്പ്രിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ആ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്തിൽ തന്നെയായിരിക്കും അത് നിൽക്കുക, പ്രൊവൈഡഡ് നിങ്ങളത് പിടിച്ച് വലിക്കുകയോ മേളിലോട്ട് പ്രസ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ. ഓക്കെ, കെയർഫുള്ളായിട്ട് നിങ്ങൾ സസ്പെൻഡ് ചെയ്താൽ ആ സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്തിൽ തന്നെ ആ മാസ് സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. കാരണം ദർ ഇസ് നോ വെയ്റ്റ് പുള്ളിങ് ദ മാസ് ഡൗൺ. പക്ഷേ ഗ്രാവിറ്റി ഉള്ള ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ആക്ഷൻ കാരണം ആ മാസിന് താഴേക്ക് ഒരു പുൾ അനുഭവപ്പെടും. അതിൻ്റെ ഫലമായിട്ടാണ് സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിങ്ങിന് ഒരു ഇക്വിലിബ്രിയം സ്ട്രെച്ചിങ് സംഭവിക്കും. അതുകൊണ്ട് സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് ആ ഒരു അൺസ്ട്രെച്ച്ഡ് പൊസിഷനിൽ നിന്നും ഒരു സ്ട്രെച്ച്ഡ് പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത്ര മാത്രമാണ് ഗ്രാവിറ്റിയുടെ റോള്. അല്ലാതെ ഗ്രാവിറ്റിക്ക് അതിനകത്ത് ടൈം പീരീഡോ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനുമായിട്ട് യാതൊരു റോളും ഇല്ല. നേരെ ഓപ്പോസിറ്റാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം. സിമ്പിൾ പെൻഡുലം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ബട്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദി ബോബ്. അല്ലേ? ഇവിടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവിടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവിടെ ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് തിരിഞ്ഞു പോകരുത്. അപ്പം സ്പ്രിങ്ങിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു വയറിൻ്റെ സ്റ്റിഫ്നെസ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡ്സിനകത്ത് പഠിക്കുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഗിവൺ ബൈ യങ്സ് മോഡുലസ് y ആണെങ്കിൽ k is equal to YA/L എന്നൊരു ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് യങ്സ് മോഡുലസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ വയർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ വയർ ആണ് സ്റ്റിഫ്നെസ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ വയർ ആയിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, YA/L. എന്തായാലും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സാധനം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നാച്ചുറൽ ലെങ്ത് ഓഫ് ദ സ്പ്രിംഗ് ആണ്. സ്പ്രിങ്ങിൻ്റെ നാച്ചുറൽ ലെങ്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? അപ്പോൾ ലെങ്ത് കുറച്ചാൽ സെയിം മെറ്റീരിയലിൻ്റെ തന്നെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയേ, നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് വാല്യൂ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ത് വരും? K'/K എന്ന് പറഞ്ഞാൽ L/L' വരും. ശരിയല്ലേ? ആൻഡ് L' വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? L/4 ഉള്ളൂ. ശരിയല്ലേ? കാരണം 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്താൽ ഒറിജിനൽ ലെങ്തിന് 1/4 ലെങ്തേ കാണുകയുള്ളൂ. അപ്പോൾ ഇത് 4 ആണെന്ന് കിട്ടും. അപ്പോൾ K' is equal to 4 times K ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് 4 ടൈംസ് ആകും. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഒരു സ്പ്രിങ്ങിനെ n ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്താൽ ഓരോ പാർട്ടിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് n ടൈംസ് ആയിട്ട് കൂടും. ഓക്കെ, Nk ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒരു സ്പ്രിങ്ങിലായിട്ടാണ് നമ്മൾ ആ മാസിനെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം പുതിയ ടൈം പീരീഡ് എത്ര വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു 2π times root of m divided by K' വരും. സോ ഇറ്റ് ഇസ് 2π times root of m divided by 4k. ഇപ്പോൾ 4ൻ്റെ റൂട്ട് എടുത്ത് 2 ആണ്. സോ ഇറ്റ് ഇസ് 1/2 times 2π root of m/k എന്ന് വരും. ആൻഡ് 2π root of m/k is t. ഒറിജിനൽ ടൈം പീരീഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് വരും പുതിയ ടൈം പീരീഡ് അല്ലേ? അപ്പോൾ T/2 ആണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ 4. Further, question number 17. A hollow sphere is filled with water. It is hung by a long thread. As the water flows out of a hole at the bottom, the period of oscillation will first increase and then decrease, first decrease and then increase, go on increasing, go on decreasing. അല്ലേ? ഇത്ര ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. എന്തായാലും റിമെയിൻസ് അൺചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കുക, നമ്മൾ ഒരു റിജിഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോങ് ത്രെഡ് ഉപയോഗിച്ച് ഒരു ഹോളോ സ്പിയറിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ സെറ്റപ്പായിട്ട് അവർ തന്നിരിക്കുന്നത്. ഒരു ഹോളോ സ്പിയറിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹോളോ സ്പിയറിനകത്ത് നിറയെ നമ്മൾ വെള്ളം നിറച്ചിരിക്കുക. ഓക്കെ, സോ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആണ്. ലെറ്റ്സ് സേ വാട്ടർ വെച്ച് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണത്. കാരണം അതൊരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്, ഒരു പെൻഡുലത്തിൻ്റെ ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത്. കാരണം മാത്തമാറ്റിക്കലി ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാസ് നമ്മൾ കൺസിഡർ ചെയ്യുക. പോയിന്റ് മാസ് അറ്റാച്ച് ടു ആൻ ഇൻഎക്സ്റ്റൻസിബിൾ സ്ട്രിങ് സസ്പെൻഡഡ് ഫ്രം എ റിജിഡ് സപ്പോർട്ട്. അതാണ് ഒരു മാത്തമാറ്റിക്കൽ പെൻഡുലം നമ്മൾ പറയുന്നത്. പക്ഷേ ഇതൊരു പ്രാക്ടിക്കൽ പെൻഡുലമാണ്. അപ്പോൾ ഈ പെൻഡുലത്തിൽ നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? അതായത് ഇതാണ് സസ്പെൻഷൻ പോയിന്റ് O എന്ന് വിളിക്കാം, ഇതാണ് സെൻറ്റർ ഓഫ് മാസ് C എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് സസ്പെൻഷൻ പോയിന്റ് തൊട്ട് സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ലെങ്ത് ഓഫ് ദി പെൻഡുലമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്.
ലെങ്ത് ഓഫ് ദി പെൻഡുലം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമായിരുന്നു ഇനിഷ്യൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം വരുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം നിറച്ചിരിക്കില്ല, അപ്പോൾ വെള്ളം കുറഞ്ഞ് വരും അല്ലേ. വെള്ളം കുറയുന്നതിനനുസരിച്ച് എന്ത് പറ്റും, വെള്ളം താഴേക്ക് പോകുമ്പോഴത്തേക്കിനും ഇത്രയും ഭാഗത്തുള്ള മാസ് പോയത് കാരണം അതിൻ്റെ സെൻറ്റർ ഓഫ് മാസും താഴേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. കാരണം മാസ് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്ത് പിരിക്കുന്നത് അതിനോട് ഫേവർ ചെയ്ത സെൻറ്റർ ഓഫ് മാസ് വരിക അല്ലേ. അപ്പം വാട്ടറിൻ്റെ ലെവൽ താഴേക്ക് പോകുന്നത് കാരണം വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതെന്ന് പറയുമ്പോൾ എൽ ആദ്യം കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഒരു പക്ഷേ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നാണ്. കാരണം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ മാസ് മാറുന്നത് കൊണ്ടല്ല ടൈം പീരീഡിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, ലെങ്ത് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ടൈം പീരീഡിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ കുറച്ച് വെള്ളം പോയി കഴിയുമ്പോൾ ഉള്ള സിറ്റുവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ സ്പിയറിൽ നിന്ന് കുറച്ച് വെള്ളം പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാണ്ട് ഇത്രയും ഭാഗത്തെ വെള്ളം പോയി എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഭാഗത്തെ വെള്ളം പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കൊണ്ട് കുറച്ചുകൂടെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. സെൻറ്റർ ഓഫ് മാസ് കുറച്ചുകൂടെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. മാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് അത് വരിക. എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ത് ചെയ്യും, ആദ്യം ഒന്ന് കൂടും. ശരിയല്ലേ, ലെങ്ത് ഓഫ് ദി പെൻഡുലം ആദ്യം ഒന്ന് കൂടും. പിന്നെ അതിനുശേഷം എന്ത് പറ്റും, അതിനുശേഷം വെള്ളം വീണ്ടും പൊക്കോണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഇപ്പം സ്പിയറിൻ്റെ മാസിനേക്കാൾ കുറയുന്ന ഒരു പോയിന്റ് വരും. ശരിയല്ലേ, വെള്ളത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് സ്പിയറിൻ്റെ മാസിനേക്കാൾ കുറവ് വരുന്നൊരു പോയിന്റ് വരും. അന്നേരം സ്പിയറിൻ്റെ മാസ് ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ സ്പിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മേളിലും വാട്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് താഴെയും വരും. അപ്പോൾ കൂടുതൽ മാസ് സ്പിയറിൻ്റെ വരുന്ന സമയത്ത് എങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങും, സെൻറ്റർ ഓഫ് മാസ് പിന്നെ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. ഇപ്പോൾ വാട്ടറിൻ്റെ ലെവൽ ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് തിരിച്ച് മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് നേരെ മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ വാട്ടറിൻ്റെ ലെവൽ ഒത്തിരി കുറവാണ്. അപ്പം സ്പിയറിൻ്റെ മാസാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് പറയുന്നത് ടുവേർഡ്സ് സ്പിയർ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, എന്ന് പറയുമ്പോൾ ലെങ്ത് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, ലെങ്ത് പിന്നെ കുറഞ്ഞ് അത് ഇനിഷ്യൽ എവിടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണോ വരിക അവിടേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ അല്ലേ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ലെങ്ത് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം കൂടുന്നുണ്ട്, പിന്നെ അത് കുറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, എന്നിട്ട് അത് പഴയ ലെങ്തിലോട്ട് തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ടൈം പീരീഡിൻ്റെ വാല്യൂ നമ്മൾ നോക്കിയാൽ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π√L/G ആണ്. അപ്പോൾ അതുകൊണ്ട് L ആദ്യം കൂടുമ്പോൾ ടൈം പീരീഡും ആദ്യം കൂടും, പിന്നീട് L കുറയുമ്പോൾ ടൈം പീരീഡ് വീണ്ടും കുറയും. ഓക്കെ അല്ലേ, പഴയ വാല്യൂലോട്ട് തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ടൈം പീരീഡ് ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക. ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. The time period of a simple pendulum is T inside a lift when the lift is stationary. If the lift moves upwards with an acceleration g/2, the time period of the pendulum will be. അപ്പോൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഇൻ ആൻ ആക്സിലറേറ്റിംഗ് ഫ്രെയിം ആണ് അല്ലേ. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ നോർമൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ, അതായത് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π√L/G ആണ്. ആണല്ലോ അല്ലേ. പക്ഷേ നമ്മൾ പെൻഡുലത്തിന് സസ്പെൻഡ് ചെയ്യുന്നത് ഒരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമിലാണെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ എന്ത് വരും, എക്സ്പ്രഷൻ ബിക്കംസ് 2π × √L/G effective എന്ന് വരും. ഓക്കെ, 2π × √L/G effective, where G effective is the effective acceleration due to gravity or the apparent acceleration due to gravity നമ്മൾ പറയും. അപ്പം ആക്സിലറേറ്റിംഗ് അപ്പാണെങ്കിൽ പെൻഡുലം ആക്സിലറേറ്റിംഗ് അപ്പാണ് വരുന്നതെങ്കിൽ G effectiveൻ്റെ വാല്യൂ എന്തായിരിക്കും, G effective is given by G+A ആയിരിക്കും അല്ലേ. ആക്സിലറേറ്റിംഗ് ഡൗൺ ആണെങ്കിലോ, ആക്സിലറേറ്റിംഗ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ G effectiveൻ്റെ വാല്യൂ എന്തായിരിക്കും, G-A ആയിരിക്കും അല്ലേ. ആക്സിലറേറ്റിംഗ് ഹൊറിസോണ്ടലി ആണ് വരുന്നതെങ്കിലോ, ആക്സിലറേറ്റിംഗ് ഹൊറിസോണ്ടലി ആണെങ്കിൽ G effectiveൻ്റെ വാല്യൂ
റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ആക്സിലറേറ്റിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് വരുന്നതെങ്കിൽ, ആക്സിലറേറ്റിംഗ് ഡൗൺ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ ജി എഫക്റ്റീവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ജി കോസ് തീറ്റ ആയിരിക്കും, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേറ്റിംഗ് അപ്വേർഡ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജി എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ജി പ്ലസ് എ ആയിരിക്കും അല്ലേ. അപ്പോൾ ആക്സിലറേറ്റിംഗ് അപ്വേർഡ് എന്ന് പറയുമ്പോൾ ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2π ടൈംസ് റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ജി പ്ലസ് എ ആണ്. ആൻഡ് ആക്സിലറേഷൻ ഇസ് ഗിവൺ as g/2 അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2π ടൈംസ് റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ജി പ്ലസ് g/2 വരും. അപ്പോൾ നമുക്ക് 2π ടൈംസ് റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ 3g/2 എന്ന് വരും അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2π ടൈംസ് റൂട്ട് ഓഫ് 2/3 ടൈംസ് l/g വരും. അപ്പോൾ ടി ഡാഷിൻ്റെ വാല്യൂ നമ്മൾ നോക്കിയാൽ 2π റൂട്ട് ഓഫ് l/g എന്ന് പറഞ്ഞാൽ ടി ആണ്. സോ ഇറ്റ് ബിക്കംസ് റൂട്ട് ഓഫ് 2/3 ടൈംസ് ടി എന്ന് വരും അല്ലേ. അപ്പോൾ ടൈം പീരീഡ് റൂട്ട് ഓഫ് 2/3 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. ഓക്കെ, a mass m is suspended from a two coupled springs connected in series. The force constant for the springs are k1 and k2. The time period of the suspended mass will be. അപ്പോൾ കോമ്പിനേഷൻ സ്പ്രിങ്സ് എന്നുള്ള ചോദ്യമാണ് അല്ലേ. കോമ്പിനേഷൻ സ്പ്രിങ്സ്. അപ്പോൾ കോമ്പിനേഷൻ സ്പ്രിങ്സിൽ നമുക്ക് സ്പ്രിങ്സും സീരീസും വരും, സ്പ്രിങ്സും പാരലും വരും അല്ലേ. സ്പ്രിങ്സും സീരീസും ഉണ്ട്, സ്പ്രിങ്സും പാരലും ഉണ്ട്. അപ്പോൾ സ്പ്രിങ്സും സീരീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ രണ്ടോ രണ്ടിലധികം സ്പ്രിങ്ങുകൾ നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് ഇത് k1 സ്പ്രിങ് കോൺസ്റ്റൻറ്റും ഇത് k2 സ്പ്രിങ് കോൺസ്റ്റൻ്റുള്ള സ്പ്രിങ് ആണെന്ന് വിചാരിക്കുക. ഇതിലേക്കാണ് നമ്മളൊരു മാസ് അറ്റാച്ച് ചെയ്യുന്നത് വിചാരിച്ചോ, എം. ഓക്കെ, ഇതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് k1, ഇതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് k2. അപ്പോൾ രണ്ടും മാസ്ലെസ് സ്പ്രിങ്സ് ആണ്, ഐഡിയൽ സ്പ്രിങ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു മാസ് ഓസിലേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, സ്പ്രിങ്ങിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്സിലി അലോങ് ദ സ്പ്രിങ്സ് ആണ് ആക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ ഈ രണ്ട് സ്പ്രിങ്ങുകളും സെയിം ആയിരിക്കും, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ മാസ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ്ങിലിട്ട് പഠിച്ചിരിക്കുന്ന ടെൻഷനൊക്കെ കാര്യം പറഞ്ഞാൽ തന്നെ എല്ലായിടത്തും സെയിം ആയിരിക്കണം. അപ്പോൾ രണ്ട് സ്പ്രിങ്ങിലും ഒരേ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലേ. അപ്പോൾ ബോത്ത് സ്പ്രിങ്സ് എക്സ്പീരിയൻസ് സെയിം ഫോഴ്സ് ആണ്. ഒരേ ഫോഴ്സ് ആയിരിക്കും രണ്ട് സ്പ്രിങ്ങിലും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം ആദ്യത്തെ ആൾക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് x1ഉം രണ്ടാമത്തെ സ്പ്രിങ്ങിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് x2 ആണെങ്കിൽ മാസിനുണ്ടാകുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 + x2 ആയിരിക്കും അല്ലേ. കപ്പിൾഡ് സ്പ്രിങ്സിൽ ഇൻഡിവിജ്വൽ സ്പ്രിങ്ങുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ റിസൾട്ടൻ്റ് ആയിരിക്കും മാസിന് സംഭവിക്കുന്ന നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്, x = x1 + x2. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരുടെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫറൻ്റ് ആണെന്ന് ചിന്തിക്കാൻ കാരണം എന്താ? കാരണം ഫോഴ്സ് കോൺസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്, പക്ഷേ സെയിം ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് = ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പം ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഡിഫറൻറ്റും ഫോഴ്സ് സെയിമും ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ സ്വാഭാവികമായിട്ട് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കുറഞ്ഞ ആൾക്ക് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സ് കോൺസ്റ്റൻറ്റ് കൂടിയ ആൾക്ക് കുറവ് ഡിസ്പ്ലേസ്മെൻറ്റും ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് F ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -k1x വിച്ച് ഇസ് സെയിം ആസ് -k2x ആണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് x1ൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ F is equal to -k1x1 ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് x1ൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടും? ദാറ്റ് ഇസ് -f/k1 ആണ്. ആൻഡ് F is equal to -k2x2 ആണ്. അതിൽ നിന്ന് നമുക്ക് x2ൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടും? ദാറ്റ് ഇസ് equal to -f/k2 ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ മാസ് എന്താണ്? ദാറ്റ് ഇസ് equal to x1 + x2 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഇസ് equal to -f കോമൺ എടുത്താൽ പോയിട്ട് 1/k1 + 1/k2 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ രണ്ട് സ്പ്രിങ്ങുകളുടെ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് നമുക്ക് k ഇക്വലൻ്റ് എന്ന് എഴുതുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് -f/k ഇക്വലൻ്റ് എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഇസ് equal to -f × 1/k1 + 1/k2 എന്ന് വരും. എന്ന് പറയുമ്പോൾ 1/k ഇക്വലൻറ്റിൻ്റെ വാല്യൂ എന്ത് വരും? 1/k ഇക്വലൻ്റ് ഈസ് equal to
1/k1 plus 1/k2 ആണ്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ സ്പ്രിങ്സ് ആണെങ്കിൽ ഇക്വലൻ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് 1/k1 plus 1/k2 or k equivalent is equal to k1 k2 divided by k1 plus k2 ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് പാരൽ കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിലോ, സ്പ്രിങ്സ് ഇൻ പാരൽ ആണെങ്കിലോ, അപ്പോൾ പാരൽ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടിടത്തും സെയിം ആയിരിക്കും അല്ലേ. ഇപ്പോൾ രണ്ട് സ്പ്രിങ്ങുകളും കൂടെ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇത് k1 ഇത് k2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ മാസ് എത്ര ഡിസ്പ്ലേസ് ചെയ്യുന്നു അതേ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും രണ്ട് സ്പ്രിങ്ങിലും ഉണ്ടാവുക. അപ്പോൾ സെയിം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻസ് ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫോഴ്സ് ഇവിടെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് മാസിന് താഴേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്പ്രിങ്ങിനും താഴേക്ക് എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും, ഈ സ്പ്രിങ്ങിനും താഴേക്ക് എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പറഞ്ഞാൽ k2 ഇൻറ്റു എക്സും ഇതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പറഞ്ഞാൽ k1 ഇൻറ്റു എക്സും ആണ്. അപ്പോൾ ടോട്ടൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് എന്ന് പറഞ്ഞാൽ k1x പ്ലസ് k2x വരും അല്ലേ. അപ്പം എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ടോട്ടൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് k1x മൈനസ് k2x എന്ന് വരും. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് k1 പ്ലസ് k2 ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻറ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് k ഇക്വലൻ്റ് ആണെങ്കിൽ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് k ഇക്വലൻ്റ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. കമ്പയർ ചെയ്യുവാണെങ്കിൽ അപ്പോൾ k ഇക്വലൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടും, k1 പ്ലസ് k2 ആണെന്ന് കിട്ടും. അപ്പോൾ സ്പ്രിങ്സ് പാരലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്പ്രിംഗ് കോൺസ്റ്റൻസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് വെൻ ദേ ആർ ഇൻ സീരീസ് കോമ്പിനേഷൻ ദ എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ദി സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ദി സ്പ്രിംഗ് കോൺസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, നമുക്കിപ്പോൾ തന്നിരിക്കുന്ന കോൺഫിഗറേഷനകത്ത് എന്താ തന്നിരിക്കുന്നതിനകത്ത് വി ഹാവ് ടു സ്പ്രിങ്സ് ദാറ്റ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ അതിലോട്ടൊരു മാസിനെ സസ്പെൻഡ് ചെയ്ത് അപ്പോൾ ടൈം പീരീഡ് എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈക്വലൻ്റ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ത് വരും, 1/k ഈക്വലൻ്റ് സീരീസ് കോമ്പിനേഷൻ ആയിട്ട് 1/k ഈക്വലൻ്റ് ഈക്വൽ ടു 1/k1 പ്ലസ് 1/k2 വരും, ശരിയല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു k1 പ്ലസ് k2 ഡിവൈഡഡ് ബൈ k1 k2 എന്ന് വരും. ഇതാണ് 1/k ഈക്വലൻ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലോട്ടാണ് മാസ് സസ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് നമുക്ക് എങ്ങനെ എഴുതാം, 2π√m ഡിവൈഡഡ് ബൈ kക്ക് പകരം k ഇക്വലൻ്റ് എന്ന് കൊടുക്കാം, ശരിയല്ലേ. അപ്പോൾ 1/k ഇക്വലൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് വരും, 2π √m ഇൻറ്റു k1 പ്ലസ് k2 ഡിവൈഡഡ് ബൈ k1 k2 എന്ന് വരും. ആൻസർ ഓപ്ഷൻ 4 വരും. ഓക്കെ, അടുത്ത question number 20. An object of mass m is suspended at the end of a massless wire of length L and area of cross section A. Young's modulus of the material of the wire is y. If the mass is pulled down slightly, its frequency of oscillation along the vertical direction is. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ സസ്പെൻഡ് ചെയ്യുന്നു ബൈ മീൻസ് ഓഫ് എ മാസ്ലെസ് വയർ ഓഫ് ലെങ്ത് എൽ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. അപ്പോൾ യങ്സ് മോഡുലസ് ഓഫ് ദ വയർ തന്നിട്ടുണ്ട്. അപ്പോൾ മാസിന് സ്ലൈറ്റ് ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിഫ്നെസ് കോൺസ്റ്റൻറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു വയറിൻ്റെ സ്റ്റിഫ്നെസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, YA ഡിവൈഡഡ് ബൈ L ആണ് വരിക. യങ്സ് മോഡുലസ് ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ ബൈ ലെങ്ത് വരും അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ടൈംസ് റൂട്ട് ഓഫ് k/m ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 1/2π ടൈംസ് കെയുടെ വാല്യൂ കൊടുത്താൽ എന്ത് വരും, റൂട്ട് ഓഫ് YA ഡിവൈഡഡ് ബൈ m ഇൻറ്റു L വരും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. When a particle of mass m is attached to a vertical spring of spring constant k and released, its motion is described by y is equal to y0 sin square omega t, where y is measured from the lower end of the unstretched spring. Then omega is. അപ്പോൾ ഒരു m മാസുള്ളൊരു ഒബ്ജക്റ്റ് നമ്മളൊരു വെർട്ടിക്കൽ സ്പ്രിങ് അല്ലേ,
അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് റിലീസ് ചെയ്യുവാണ്. റിലീസ് ചെയ്യുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. ആൻഡ് അതിൻ്റെ ഓസിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷൻ y0 sin square omega t ആണ്, വേർ y is measured from the lower end of the unstretched string എന്ന് പറയുന്നുണ്ട്. അപ്പം സ്പ്രിങ്ങിൻ്റെ അൺസ്ട്രെച്ച്ഡ് പൊസിഷനിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ y ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും ഇത്? അപ്പോൾ ഈ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് കേട്ടോ. കാരണം വൈയെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? y0 sin square omega t നമുക്ക് sin square omega t എങ്ങനെ എഴുതാം? 1 minus cos 2 omega t by 2 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് y0 times 1 minus cos 2 omega t divided by 2 എന്ന് എഴുതാം. അപ്പോൾ y നമുക്ക് എന്താണെന്ന് കിട്ടും? y is equal to y0 by 2 minus y0 by 2 into cos 2 omega t എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ വരിക. അപ്പം ദിസ് ഓൾസോ റെപ്രസെൻറ്റ്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, പക്ഷെ ഇതൊരു ഡിസ്പ്ലേസ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് y ഈക്വൽ ടു 0 വരുന്നത്. ഓക്കെ, y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അൺസ്ട്രെച്ച്ഡ് പൊസിഷൻ ഓഫ് ദ സ്പ്രിങ് അല്ലെ, സ്പ്രിങ്ങിൻ്റെ അൺസ്ട്രെച്ച്ഡ് പൊസിഷനാണ് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ. കാരണം y മെഷർ ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്പ്രിങ്ങിൻ്റെ അൺസ്ട്രെച്ച്ഡ് പൊസിഷനിൽ ലോവർ എൻഡിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് സ്പ്രിങ് വരുന്നതെങ്കിൽ ഈ സ്പ്രിങ്ങിൻ്റെ അൺസ്ട്രെച്ച്ഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ മാസ് ഒന്നും നമ്മൾ അറ്റാച്ച് ചെയ്യാത്തപ്പോൾ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ കാണുമല്ലോ. ഇത് ഇവിടെ നിന്നാണ് ഇതാണ് y ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അൺസ്ട്രെച്ച്ഡ് പൊസിഷൻ ലെങ്ത് ഓഫ് ദ സ്പ്രിങ് ആണ് y ഈക്വൽ ടു 0 ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളൊരു മാസ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് കുറച്ച് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെ ആയിരിക്കും ഈ മാസിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് വരിക, സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ല അത്. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ല, മാസിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ്. കാരണം സ്പ്രിങ് അപ്പോൾ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത് സ്പ്രിങ് ഇക്വിലിബ്രിയം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഓക്കെ അല്ലേ, ഇത് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴത്തേക്കിന് ഇതിനൊരു ചെറിയ സ്ട്രെച്ചിങ് ഉണ്ടാകും. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ആര് ബാലൻസ് ചെയ്യേണ്ടി വരും? സ്പ്രിങ് ഫോഴ്സ് ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഇക്വിലിബ്രിയം സ്ട്രെച്ചിങ് എന്ന് പറയുന്നതാണ് നമുക്കിവിടെ y0 by 2 ആയിട്ട് തന്നിരിക്കുന്നത്. y0 by 2, കാരണം ഇതിനെ സ്പ്രിങ് ഫോഴ്സ് അന്നേരം ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ടാകും. k ടൈംസ് y0 by 2 ആയിരിക്കും വരിക. അതുകൊണ്ട് ആ മാസ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടെ നിങ്ങളിതിനെ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഇക്വിലിബ്രിയം പോയിന്റിന് എബോട്ടായിട്ടായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് y ഈക്വൽ ടു 0ക്ക് എബോട്ടായിട്ടല്ല ഓസിലേഷൻ നടക്കുന്നത്. y0 by 2 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ എബോട്ടായിട്ടാണ് ഓസിലേഷൻ നടക്കുന്നത്. അതാണ് ഈ ഒരു സാധനം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പൊസിഷൻ ഓഫ് ദി മീൻ പൊസിഷൻ. ഓക്കെ, ലൊക്കേഷൻ ഓഫ് ദി മീൻ പൊസിഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് y0 by 2. അപ്പോൾ y0 by 2ന് എബോട്ടായിട്ടാണ് ഓസിലേഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ നോക്കിയാൽ ആംപ്ലിറ്റ്യൂഡും y0 by 2 ആണ്. എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് y0 by 2 മേളിലേക്കും y0 by 2 താഴേക്കുമാണ് ഇത് പോകുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ഓൾസോ ഈക്വൽ ടു y0 by 2 അല്ലേ. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾസോ ഈക്വൽ ടു y0 by 2 ആണ് വരിക. അപ്പോൾ നമ്മളോട് എന്തായാലും ചോദിച്ചിരിക്കുന്നത് y0യുടെ ആംഗുലാർ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒമേഗ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒമേഗ എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഈ ഓസിലേഷൻ ആംഗുലാർ ഫ്രീക്വൻസി അല്ല ഒമേഗ. ഈ ഓസിലേഷൻ ആംഗുലാർ ഫ്രീക്വൻസി 2 ഒമേഗയാണ്. ഓക്കെ, സൈൻ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി 2 ടൈംസ് ആണ് വരിക. സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെയും കോസ് സ്ക്വയർ ഒമേഗ ടിയുടെയും ആംഗുലാർ ഫ്രീക്വൻസി 2 ഒമേഗയാണ്. ബിക്കോസ് അവരെ സൈനോ കോസോ ആയിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് 2 ഒമേഗ ആയിരിക്കും ആംഗുലാർ ഫ്രീക്വൻസി ആയിട്ട് വരിക. അപ്പം ഇതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി അല്ല ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി ആണെങ്കിൽ ഉത്തരം എളുപ്പമാണ്, √k/m ആണ് വരിക. പക്ഷേ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അതല്ല, ഒമേഗയാണ് ചോദിച്ചിരിക്കുന്നത്. ഒമേഗ ഇസ് നോട്ട് ദ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദിസ് SHM. ഈ SHMൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി എത്രയാണ്? 2 ഒമേഗയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒമേഗ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇക്വിലിബ്രിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ y0 by 2 എന്തിനോട് ഈക്വൽ ആയിരിക്കണം? mgയോട് ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ അതിന് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എത്ര നമുക്ക് കിട്ടും? 2mg ഡിവൈഡഡ് ബൈ y0 ആണെന്ന് കിട്ടും. 2mg ഡിവൈഡഡ് ബൈ y0. ദിസ് ഇസ് ദ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ സ്പ്രിംഗ് ആണ് വരിക. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഒമേഗയാണ് അല്ലേ. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 2 ഒമേഗയാണ്. അപ്പോൾ 2 ഒമേഗ ഇസ് ഈക്വൽ ടു √k/m ആണ് അല്ലേ. k/m ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2mg ഡിവൈഡഡ് ബൈ y0 ഡിവൈഡഡ് ബൈ m വരും. അപ്പോൾ √2g/y0 എന്ന് വരും.
അങ്ങനെയാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ എന്താ? ഒമേഗയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 ടൈംസ് റൂട്ട് ഓഫ് 2g/y0 വരും അല്ലേ? അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് g ഡിവൈഡഡ് ബൈ 2y0 എന്ന് വരും. ഇതാണ് ഒമേഗയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ അത് തെറ്റിക്കാതെ നോക്കണം. ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 2 ഒമേഗയാണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് k/m. പക്ഷേ ഒമേഗ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. A block of mass m attached to a massless spring is performing oscillatory motion of amplitude a on a frictionless horizontal plane. If half of the mass of the block breaks off when it is passing through its equilibrium point, the amplitude of oscillation for the remaining system become fa. The value of f is. അപ്പോൾ നമുക്ക് m മാസ്സുള്ളൊരു ബ്ലോക്ക് ഉണ്ട് അല്ലേ? m മാസ്സുള്ളൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു മാസ്ലെസ് സ്പ്രിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടിംഗ് ഓസിലേറ്ററി മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നുണ്ട് ഓൺ എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ അത് ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ പകുതി മാസ് ബ്രേക്ക് ഓഫ് ആയി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ സിസ്റ്റത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എഫ് ടൈംസ് എ ആണ്. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ മാസ് ബ്രേക്ക് ഓഫ് ആയി പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. കാരണം നിങ്ങൾ കൺസർവേഷൻ മൊമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ നമുക്കറിയാം എൻ്റെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും അല്ലേ? ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ആ വെലോസിറ്റി നമുക്ക് v0 എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ അല്ലേ? ആൻഡ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് തന്നെ വിളിക്കാം, കാരണം അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് അന്നേരം 0 ആയിരിക്കും അല്ലേ? നെറ്റ് ഫോഴ്സ് 0 ആണ്. നമുക്ക് കൺസർവേഷൻ മൊമെൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ m മാസുള്ള ഒബ്ജക്റ്റ് ആണ് v0 വെലോസിറ്റിയിൽ എത്തുന്നത് അറ്റ് ദി ഇക്വിലിബ്രിയം പോയിന്റ്. അത് ബ്രേക്ക് ഓഫ് ചെയ്ത് 2 ഈക്വൽ മാസുകളായിട്ട് മാറുവാണ് അല്ലേ? അപ്പോൾ അതിൽ ഒരു മാസിന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി, മറ്റേ മാസ് അവിടുന്ന് പോവുക, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ അത് ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും? ഇത് 2 മാസമായിട്ട് കട്ടായി പോകും. അതിൽ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നേരെ ആ ഒരു വെലോസിറ്റിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ശരിയല്ലേ? ആൻഡ് മറ്റേ ആളെന്ന് പറയുന്നത് അതേ വെലോസിറ്റിയിൽ തന്നെ ഓസിലേറ്റും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ആളുടെ വെലോസിറ്റി m/2 ടൈംസ് വിയും മറ്റേ ആളുടെ വെലോസിറ്റി അന്നേരം m/2 ടൈംസ് വിയും തന്നെയാണ് നമുക്ക് വരിക. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v = v0 തന്നെ വരും. എന്ന് പറയുമ്പം മീൻ പൊസിഷനിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ പകുതി മാസ് ബ്രേക്ക് ഓഫ് ആയി പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റിക്ക് മാറ്റമൊന്നുമില്ല. ഓക്കെ, വെലോസിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാക്സിമം വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഓർ ദ വെലോസിറ്റി ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ സെയിം. പക്ഷേ ഒമേഗ മാറും അല്ലേ? ഒമേഗ മാറും. കാരണം എന്ത് പറ്റി? ഒമേഗ എന്ന് പറയുന്ന റൂട്ട് ഓഫ് k/m ആണ് അല്ലേ? k/m ആണ്. അപ്പം m എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ചെയ്തു. കാരണം ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ മാസ് പകുതി മാസേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ v0 എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റിയാണ്. പുതിയ മാക്സിമം വെലോസിറ്റി സെയിം തന്നെയാണ്. അപ്പോൾ a ടൈംസ് ഒമേഗ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? a' ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞാൽ a ടൈംസ് ഒമേഗയോട് ഈക്വലാണ് നമുക്ക് എഴുതാം അല്ല? ഇത് പഴയ ആംപ്ലിറ്റ്യൂഡ്, ഇത് പുതിയ ആംപ്ലിറ്റ്യൂഡ്, ഇത് പഴയ ആംഗുലർ ഫ്രീക്വൻസി, ഇത് പുതിയ ആംഗുലർ ഫ്രീക്വൻസി. അപ്പം a' ഇൻറ്റു ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒമേഗ ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് k/m/2 ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു a ടൈംസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് k ഡിവൈഡഡ് ബൈ m ആയിരുന്നു. അപ്പോൾ k നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? a' ഇൻറ്റു √2 ഇസ് ഈക്വൽ ടു a എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പോൾ a' വാല്യൂ എന്താ? a' വാല്യൂ എന്ന് പറഞ്ഞാൽ a ഡിവൈഡഡ് ബൈ √2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ √2 ആണ് വരുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, 1/√2. For the question number 23, 2 identical light springs of spring constant K are attached to a horizontally at the ends of a uniform horizontal rod AB of length L and mass M. The rod is pivoted at its center O and can rotate freely in a horizontal plane. The other ends of the 2 springs are connected to rigid supports are shown in the figure. The rod is generally pushed through a small angle and released. The frequency of resulting oscillation is. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആദ്യം സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ നോക്കണം. നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് ഒരു ആംഗുലാർ ഓസിലേഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ ഈ ഭാഗം ഒന്ന് അല്പം അങ്ങോട്ടേക്ക് പ്രസ് ചെയ്യുവാണെങ്കിൽ ഒരു സ്മോൾ ആംഗിൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതെങ്കിൽ മാത്രമേ ഓസിലേഷൻ നമുക്ക് SHM ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എ അങ്ങോട്ടേക്ക് ടിൽറ്റ് ആവും, അപ്പോൾ ബി സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്യും അല്ലേ. അപ്പോൾ എ അങ്ങോട്ടേക്ക് എത്രയാണോ പോകുന്നത് അതേ ദൂരമായിരിക്കും ബി ഇങ്ങോട്ടേക്ക് പോകുന്നത്, കാരണം സെൻറ്റർ പോയിന്റിലാണ് നമ്മളിതിനെ പിവോട്ട് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ. അപ്പോൾ ഇത് എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ ആയിട്ട് വരിക. അപ്പോൾ നമ്മളിതിനെ സ്ലൈറ്റ് ആയിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, സ്ലൈറ്റ് ആയിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ വരിക, ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. നമ്മളിതിനെ സ്ലൈറ്റ് ആയിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ചെറിയ ആംഗിളിലൂടെ നമ്മളിതിനെ ഡിസ്പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ടേക്ക് ദറ്റ് ആംഗിൾ ആസ് തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണല്ലോ എക്സ് വരിക, ശരിയല്ലേ. ഇതാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് എക്സ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും എക്സ് തന്നെ. അപ്പോൾ ഈ സ്പ്രിങ് എങ്ങോട്ടേക്ക് കംപ്രസ്ഡ് ആവുമല്ലോ, അതുകൊണ്ട് സ്പ്രിങ്ങിൽ നിന്നൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും, ശരിയല്ലേ. സ്പ്രിങ്ങിൽ നിന്ന് റീസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും കെ എക്സ്. ഇവിടുത്തെ സ്പ്രിങ് ഇങ്ങോട്ട് കംപ്രസ്ഡ് ആകുമ്പോൾ അവിടുന്ന് റൈറ്റിലേക്കൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യും കെ എക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് L/2 ആണ്, ഇതും L/2 ആണ്. ഈ പോയിന്റിന് എബോട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആംഗുലർ ഓസിലേഷൻസ് നടക്കുന്ന ഈ ഒരു പോയിന്റിന് എബോട്ടായിട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോഴ്സുകൾ വരിക. അപ്പോൾ നമുക്കിതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. കാരണം ഈ രണ്ട് കെ എക്സുകൾ ചേർന്ന് വിട്ടൊരു കപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കപ്പിൾ എത്ര എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റീസ്റ്റോറിങ് ടോർക്ക് അതിന് ഞാൻ മൈനസ് സൈൻ കൊടുക്കുവാണ്. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. എബൌട്ട് ദ പോയിന്റ് O ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോർക്ക് അബൌട്ട് ദ പോയിന്റ് O ആണ്. സോ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫോഴ്സ് കെ എക്സ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് വരും, L/2 കോസ് തീറ്റ വരും അല്ലേ. L/2 കോസ് തീറ്റ ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരിക, L/2 കോസ് തീറ്റ. അപ്പോൾ നമുക്ക് മൈനസ് കെ എക്സ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L/2 കോസ് തീറ്റ വരും അല്ലേ. അപ്പോൾ സ്മോൾ ആംഗിൾ ഓസിലേഷൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീറ്റ വളരെ സ്മോൾ ആയിരിക്കും. തീറ്റ വളരെ സ്മോൾ ആണെങ്കിൽ കോസ് തീറ്റ നമുക്ക് 1 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ ദിസ് അപ്രോക്സിമേറ്റ്ലി മൈനസ് കെ എക്സ് ഇൻറ്റു L/2 എന്ന് നമുക്ക് വരും അല്ല. തീറ്റ വളരെ സ്മോൾ ആയതുകൊണ്ട് കോസ് തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് 1. സോ ദിസ് മൈനസ് കെ എക്സ് ഇൻറ്റു L/2 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിലോ, എക്സിൻ്റെ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എക്സ് വരുന്നത്. അതുകൊണ്ട് എക്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു L/2 സൈൻ തീറ്റ ആയിരിക്കും അല്ലേ. എക്സ് ഈക്വൽ ടു L/2 സൈൻ തീറ്റ ആയിരിക്കും. ആൻഡ് തീറ്റ വളരെ സ്മോൾ ആയതുകൊണ്ട് ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു L/2 ഇൻറ്റു സൈൻ തീറ്റ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് തീറ്റ അല്ലേ. സൈൻ തീറ്റ നമുക്ക് തീറ്റയായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ ടോർക്ക് എന്ത് വരും, ടോർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു L/2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ് L/2 ടൈംസ് തീറ്റ എന്ന് വരും. സോ ഇറ്റ് ഇസ് മൈനസ് കെ L² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു തീറ്റ എന്ന് വരും. ഓക്കെ, മൈനസ് കെ L² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു തീറ്റ എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നൗ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് മൈനസ് സി തീറ്റ അല്ലേ. സിമ്പിൾ ഹാർമോണിക് മോഷൻ, ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫോമിലാണ് നമുക്ക് വരിക. അപ്പോൾ സിയുടെ വാല്യൂ കമ്പയർ ചെയ്താൽ എന്താണെന്ന് കിട്ടും, സി ഇസ് ഈക്വൽ ടു കെ L² ഡിവൈഡഡ് ബൈ 4 ആണെന്ന് കിട്ടും. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ ടോർഷണൽ കോൺസ്റ്റൻറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ടോർഷണൽ കോൺസ്റ്റൻറ്റ് കിട്ടി. ഇനി നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വേണം. കാരണം ആംഗുലാർ ഓസിലേഷൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π√I/c ആണ്. ഓക്കെ, 2π√I/c ആണ്. നമ്മളോട് ഇവിടെ ചോദിക്കുന്ന ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തൊരു, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/2π ടൈംസ് √c/I എന്ന് വരും. ഓക്കെ, ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ആംഗുലാർ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π ടൈംസ് √c/I എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ടൈംസ് √I/c ആണ് വരിക. അപ്പോൾ I എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സ് ഓഫ് ഓസിലേഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആക്സ് ഓഫ് റൊട്ടേഷൻ കടന്നു പോകുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ ഇതിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് വരുന്നത്. അപ്പോൾ റോഡിൻ്റെ മാസ് M, L, ലെങ്ത് വന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് പോയിന്റ് എന്ത് വരും, ml² ഡിവൈഡഡ് ബൈ 12 വരും അല്ലേ. അപ്പോൾ I ഇസ് ഈക്വൽ ടു ml² ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ത് വരും, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/2π ടൈംസ് സി എന്ന് പറയുന്നത് കെ L² ഡിവൈഡഡ് ബൈ 4 ആണ് ഇൻറ്റു 1/I എന്ന് പറയുന്നത് എത്ര വരും, 12 ഡിവൈഡഡ് ബൈ ml² ആണ് വരിക. ഓക്കെ, അപ്പോൾ L² നമുക്ക് ക്യാൻസൽ ചെയ്യാം. 12/4 നമുക്ക് എന്ത് വരും, 3 വരും അല്ലേ. അപ്പോൾ 1/2π ടൈംസ് √3k ഡിവൈഡഡ് ബൈ m എന്ന് പറഞ്ഞാൽ നമുക്ക് വരും. ഓക്കെ, 1/2π ടൈംസ് ഓക്കെ. ഇവിടെ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു *2 ഒരു 2ൻ്റെ ഫാക്ടർ കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ ഒരു 2ൻ്റെ ഫാക്ടർ കൂടെ ഉണ്ട്. കാരണം നമുക്ക് കപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ടോർക്കുകളുടെയും കൂടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കാനാണ്. അപ്പോൾ *2 എന്നൊരു ടൈം കൂടെ വരും. അപ്പോൾ ദാറ്റ് ഈസ് -kx × L ആണ് വരിക.
അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് കെ ഇൻറ്റു എൽ ഇൻറ്റു എൽ ബൈ ടു ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ കെ എൽ സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, സോ ഇവിടെ സിക്ക് നമുക്ക് കെ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ് എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് 6k/m എന്ന് വരും. ഫ്രീക്വൻസീസ് 1/2π ടൈംസ് റൂട്ട് ഓഫ് 6k/m. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. Two simple pendulums of length 1 meter and 4 meter respectively are both given small displacements in the same direction at the same instant. They will be again in phase after the shorter pendulum has completed the number of oscillations equal to. അപ്പോൾ നമുക്ക് രണ്ട് സിമ്പിൾ പെൻഡുലംസ് ഉണ്ട്. ലെങ്ത് 1 മീറ്ററും 4 മീറ്ററും ആണ്. അവർ നമ്മൾ ഒരേ സമയത്ത് മീൻ പൊസിഷനിൽ നിന്ന് ഒരേ സമയത്ത് രണ്ടുപേർക്കും ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഉണ്ടാക്കുവാണ്. അപ്പം തുടക്കത്തിൽ അവരപ്പോൾ ഒരേ ഫേസിലായിരുന്നു അല്ലേ. അവർ വീണ്ടും ഒരേ ഫേസിലാകാൻ ഷോർട്ടർ പെൻഡുലത്തിൻ്റെ എത്ര ഓസിലേഷന് ശേഷമായിരിക്കും അവർ വീണ്ടും ഒരേ ഫേസിലെത്തുന്നതാണ് ചോദ്യം. കാരണം നിങ്ങൾ നോക്കിയാൽ ടൈം പീരീഡ് ഓഫ് ദി പെൻഡുലം എന്ന് പറഞ്ഞാൽ 2π√L/g ആണ് അല്ലേ. അത് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ലെങ്തുകളായതുകൊണ്ട് രണ്ടുപേരുടെയും ടൈം പീരീഡുകൾ ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് ഡിഫറെൻ്റ് ആണ്. ഫ്രീക്വൻസീസ് ഡിഫറെൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, അതുകൊണ്ട് അവർ ഒരേ ഫേസിലായിരിക്കത്തില്ല അല്ലേ. ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള SHMs എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല, ഫേസ് ഡിഫറൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ അവർ ഒരേ ഫേസിലാവും, പിന്നെയും ഔട്ട് ഓഫ് ഫേസ് ആവും, പിന്നെയും ഒരേ ഫേസിലാവും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അവർ ഒരേ ഫേസിലാവുന്ന സമയം കൊണ്ട് ഷോർട്ടർ പെൻഡുലം എത്ര ഓസിലേഷൻ നടത്തുന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് പ്രൊപ്പോർഷണൽ ടു √L ആണ് വരിക അല്ലേ. അപ്പോൾ രണ്ടുപേരുടെയും ടൈം പീരീഡുകളുടെ റേഷ്യോ നിങ്ങൾ എടുത്താൽ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു √L1/L2 വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √1/4 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 വരും അല്ലേ. അപ്പോൾ നമുക്ക് T2 എന്തിനോട് ഈക്വൽ ആണെന്ന് കിട്ടും, T2 ഈസ് ഈക്വൽ ടു 2 ടൈംസ് T1 ആണ് അല്ലേ. അപ്പം രണ്ടാമത്തെ ആളുടെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ലോങ്ങർ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ടർ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇരട്ടിയാണ് വരിക ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ വരുന്നത് T2 ഈസ് ഈക്വൽ ടു 2 ടൈംസ് T1 ആണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ വരിക അല്ലേ. പിന്നെ 2T2 എന്ന് പറയുന്നത് 4T1 ആയിരിക്കും, 3T2 എന്ന് പറഞ്ഞാൽ 6T1 ആയിരിക്കും, 4T2 എന്ന് പറഞ്ഞാൽ 8T1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ബാക്കിയുള്ള മൾട്ടിപ്പിൾസ് പോകുന്നത്. അപ്പം വൺസ് ഇവർ ഒരേ ഫേസിലായിരുന്നു കഴിഞ്ഞാൽ പിന്നെയും സെയിം ഫേസിലാകുന്ന രണ്ടുപേരും ഒരേ ടൈം ഇൻ്റർവെല്ലിൽ ടൈം പീരീഡ് ഒരേ ഫേസിലാവുന്നത് എപ്പോഴാണ്, വെൻ ദേ അറ്റൈൻ ദ മൾട്ടിപ്പിൾസ് ഓഫ് ടൈം പീരീഡ് ആണ് അല്ലേ. അവരുടെ ടൈം പീരീഡിൻ്റെ മൾട്ടിപ്പിൾസിലാണ് അവർ വീണ്ടും ഒരേ ഫേസിലാവുന്നത്. കാരണം ഒരു ഫേസിൽ നിന്ന് പിന്നെ അതേ ഫേസിലെത്താൻ എടുക്കുന്ന ഷോർട്ടസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ ടൈം പീരീഡിനെ പറയുക. അപ്പോൾ ഒരു ഫേസിൽ തുടങ്ങിയ ആൾ വീണ്ടും അതേ ഫേസ് റിപ്പീറ്റ് ചെയ്യുന്ന എപ്പോഴേക്കായിരിക്കും, ടൈം പീരീഡിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് T1ൻ്റെ 2 ഓസിലേഷൻ കഴിയുമ്പോൾ, ആദ്യം ഷോർട്ടർ പെൻഡുലത്തിൻ്റെ 2 ഓസിലേഷൻ കഴിയുമ്പോൾ ലോങ്ങർ പെൻഡുലവും അതേ ഫേസിലെത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഷോർട്ടർ പെൻഡുലത്തിൻ്റെ നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്ര വരും, 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 24 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഇപ്പോൾ ഈ ഒരു 2 hour സെഷനിൽ. അപ്പോൾ എന്തായാലും സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എല്ലാവരും കൂടെ തന്നെ നന്നായിട്ട് ചെയ്തു എന്ന് കരുതുന്നു. കുറച്ചൊക്കെ നമുക്ക് കോൺസെപ്റ്റ്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും നമുക്കിതാണൊക്കെ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ താങ്ക് യു സോ മച്ച്. India's #1 coaching center for NEET and JEE.